ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മിസ്പാ 3 ഈ കൺവെൻഷൻ്റെ 7ാം ദിനത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ 6 ദിനങ്ങളിൽ വിവിധങ്ങളായ വിഷയങ്ങളിലൂടെ കർത്താവിൻ്റെ ആത്മാവ് സഭാ മക്കളായ നമ്മോട് സംസാരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ശക്തമായ ശബ്ദം നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും സഭാ സമൂഹങ്ങളിലും മുഴങ്ങിയ കൃപയുടെ 6 ദിനങ്ങൾ. അനുഗ്രഹിക്കപ്പെട്ട 7ാം ദിനത്തിലേക്ക് വീണ്ടും കർത്താവിൻ്റെ അരൂപി നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഷക്കേന ടെലിവിഷനിലൂടെയും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ കൺവെൻഷനിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ഈ ഒരു ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സംഖ്യയുടെ പുസ്തകം 10ാം അധ്യായം 35-36 തിരുവചനങ്ങളിൽ മോശ പ്രവാചകൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ദൈവജനത്തിനു വേണ്ടി, കർത്താവേ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. ഇതൊരു പ്രതികാരത്തിൻ്റെ പ്രാർത്ഥനയല്ല. കർത്താവിൻ്റെ ജനം ശത്രുകരങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുവാൻ പ്രവാചക ഹൃദയത്തോടെ മോശ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ അജഗണത്തെ സംരക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയെ അവിടുത്തെ മഹത്വത്തിൽ സൂക്ഷിക്കണമേ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോശ പ്രവാചകൻ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയ്ക്ക് നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ വലിയ പ്രാധാന്യമുണ്ട്. മറ്റേത് നാളുകളേക്കാൾ ഉപരി ഇന്ന് കർത്താവിൻ്റെ സഭ ഒരുപാട് പ്രതിസന്ധികളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്ന നാളുകളാണ്. സത്യവിശ്വാസത്തെ ക്ഷയിപ്പിക്കുവാനും ദൈവജനത്തെ ചിതറിക്കുവാനും സഭാ മക്കളിൽ സഭാവിരുദ്ധ ആശയം പകർന്നുകൊണ്ട് പരസ്പരം തെറ്റിദ്ധരിപ്പിച്ച് സഭയുടെ ശക്തിയെ ക്ഷയിപ്പിക്കുവാനുമുള്ള സംഘടിതമായ ഒരുപാട് നീക്കങ്ങൾ ഈ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൃദയം നുറുങ്ങി നമ്മൾ ഓരോരുത്തരും സഭയുടെ കർത്താവും മണവാളനുമായ ഈശോയോട് പ്രാർത്ഥിക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4ാം അധ്യായം 29-30 തിരുവചനങ്ങളിൽ ആദിമ സഭയിലെ വിശ്വാസികൾ വലിയ പ്രതിസന്ധി സഭയ്ക്കുണ്ടായപ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂടി വിശ്വാസത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസികള് ധൈര്യത്തിനു വേണ്ടി, വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടി, അവരിൽ ആത്മാവിൻ്റെ ശക്തി പെരുകുവാൻ വേണ്ടി ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. എന്തായിരുന്നു അവർ പ്രാർത്ഥിച്ചത്? അതിനാൽ കർത്താവേ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. സഭ വലിയൊരു പ്രതിസന്ധിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ സഭ മക്കളെല്ലാം ഒരുമിച്ച് കൂടി ഒരു മനസ്സോടെ അവർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സഭയുടെ നേരെയുള്ള ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി അവിടുത്തെ സഭയെ ശക്തിപ്പെടുത്തണമേ. പൂർണ്ണധൈര്യത്തോടെ വചനം പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. അവരുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരെ ബലപ്പെടുത്തുകയാണ്.
സഭാ മക്കളെ കൂടുതലായി ഉജ്ജ്വലിപ്പിക്കുകയാണ്. ഈ നാളുകളിൽ സഭയിലാകമാനം വിശ്വാസത്തിന്റെ തീ പടരുവാൻ, സഭ മക്കളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ശക്തിയായി വ്യാപരിക്കുവാൻ ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്നിടത്ത് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് സഭയെ നിയന്ത്രിക്കുന്നത്. പരിശുദ്ധാത്മാവ് സഭയുടെ ആത്മാവാണ്. സഭയുടെ ചരിത്രത്തിൽ ഓരോ സമയത്തും വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ സഭയ്ക്ക് കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട്. സഭ ഇപ്പോൾ തകരും, സഭ ഇപ്പോൾ തളരും, സഭ ഇപ്പോൾ നശിക്കുമെന്നൊക്കെ ചിന്തിച്ച ഒരുപാട് വലിയ പ്രതിസന്ധികളൊക്കെ സഭയുടെ മുൻപിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം മറികടന്ന് പരിശുദ്ധാത്മാവ് കരം പിടിച്ച് തൻ്റെ സഭയെ നയിച്ചു. ഇനിയും ദൈവത്തിൻ്റെ ആത്മാവിനെ ആദ്യത്തേക്കാൾ ശക്തമായ വിധത്തിൽ തൻ്റെ സഭയെ പരിപാലിക്കാൻ പറ്റും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നിർമ്മലമായ ഹൃദയത്തോടെ സഭയിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ഈശോയെ പാടി ആരാധിക്കാം. നമുക്ക് ഇപ്രകാരം ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ. ഈ കാലഘട്ടത്തിന് ആവശ്യമായ ദൈവികാലോചനകൾ നൽകണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ച് പാടി പാടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, സഭയെ ശക്തിപ്പെടുത്തണമേ, സഭയെ ബലപ്പെടുത്തണമേ. ഈ നാളുകളിൽ കർത്താവേ അവിടുത്തെ ജ്ഞാനത്താൽ സഭയെ നയിക്കണമേ. ആമേൻ, ആമേൻ. നമ്മൾ ഒരുമിച്ച് വലിയ സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും, തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ടൻ കാതുകളിലാൽ, തൻ സൗരഭ്യം പരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ, തിരു സൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ. കർത്താവിന്റെ തോട്ടം, കർത്താവിന്റെ സഭയാണ്. ഈശോയെ, ഈശോയെ, സൗരഭ്യം പരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ, തിരു സൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, ചേർന്ന് പാടാം. ആമേൻ, ആമേൻ. കർത്താവേ പ്രവർത്തിക്കണമേ, കർത്താവേ ഉണരണമേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ. മക്കൾ കാലഘട്ടത്തെ വിവേചിക്കാം. ഈശോയെ, കൃപ 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 തരണമേ. കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിയാം. കൃപ തരണമേ എല്ലാവരും. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. ഓ ഹല്ലേലൂയ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. സഭയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവേ, അമ്മയുടെ ഉമ്മല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശൗസേ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ. കർത്താവ് നൽകുന്ന ആലോചനകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. മിസ്ബ 3 ഈ ഒരു കൺവെൻഷന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ കൺവെൻഷനോട് ബന്ധപ്പെട്ട് നൽകിയ പ്രധാന വചനം സഭാപ്രസംഗൻ്റെ പുസ്തകം 10-ാം അധ്യായം 18-ാമത്തെ തിരുവചനമാണ്. നമ്മൾ ഓരോരുത്തരും ഈ വചനത്തിൻ്റെ കൃപ സ്വീകരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. സഭാപ്രസംഗൻ 10-ാം അധ്യായം 18-ാമത്തെ വചനം. ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും, അവൻ അലസനായാൽ പുര ചോരും. ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും,
അവൻ അലസനായാൽ പുരച്ചോരും. ഈ നാളുകളിൽ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, സഭാ സമൂഹങ്ങളിലെല്ലാം വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ കർത്താവിനോടുള്ള സ്നേഹത്തിലും സഭയോടുള്ള കരുതലിലും ഈ തലമുറ വളരണമെങ്കിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവ് കുടുംബങ്ങളെ, സമൂഹങ്ങളെ, സഭയെ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചവർ വളരെ ജാഗ്രതയുള്ളവരും അതീവ സൂക്ഷ്മതയുള്ളവരും ശ്രദ്ധാലുക്കളും ആകണമെന്ന് കർത്താവ് അതിയായി ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ തോട്ടം അത് കർത്താവിൻ്റെ സഭയാണ്. കർത്താവിൻ്റെ സഭയെ സൂക്ഷിക്കുവാൻ, കർത്താവിൻ്റെ കുടുംബങ്ങളെ സൂക്ഷിക്കുവാൻ, കർത്താവിൻ്റെ സമൂഹങ്ങളെ സൂക്ഷിക്കുവാൻ ആരെയാണ് അവിടെ നിന്ന് നിയോഗിച്ചിരിക്കുന്നത്? അവർ വളരെ ശ്രദ്ധയുള്ളവരാകണം. അവർ അലസരാകരുത്, അവർ ഉറങ്ങുന്നവരായി മാറരുത്, അവരുടെ ശ്രദ്ധ നഷ്ടപ്പെടരുത്. ശ്രദ്ധ നഷ്ടപ്പെട്ടാൽ അവർ അലസരായ മേൽക്കൂര ഇടിയും പുരചോരും. വിശ്വാസത്തിന് തകർച്ചയുണ്ടാകും, സമൂഹങ്ങൾക്ക് ശോഷിപ്പുണ്ടാകും, സഭയിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കൺവെൻഷൻ്റെ ആദ്യ ദിനത്തിൽ സേവ്യർ ഭട്ടായിലച്ചനിലൂടെ അതിശക്തമായ വചനമാണ് പരിശുദ്ധാത്മാവ് നൽകിയത്. സഭയും ക്രൈസ്തവ വിശ്വാസവും ഇന്ന് നേരിടുന്ന വലിയ പ്രതിസന്ധിയെക്കുറിച്ച് അച്ഛൻ പ്രവാചക ശബ്ദത്തോടെ നമ്മോട് സംസാരിക്കുകയായിരുന്നു. ക്രൈസ്തവ പീഡനങ്ങൾ ഒരു യാഥാർത്ഥ്യമാണോ? ഇന്ന് ലോകം മുഴുവൻ ക്രൈസ്തവ വിരുദ്ധത ഒരുപാട് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തെ ദുഷിക്കുന്ന, അതിനെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന ഒരുപാട് നീക്കങ്ങൾ ലോകമെമ്പാടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. യൂദാസ്ലിയുടെ ലേഖനം 1-ാം അധ്യായം 4-ാം വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം നമ്മോട് സംസാരിക്കുകയാണ്. നമുക്ക് ആ വചനഭാഗം ശ്രദ്ധിക്കാം. പണ്ടുതന്നെ ശിക്ഷയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരുന്ന ചിലർ ദുഷ്ടമനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കയറിക്കൂടിയിട്ടുണ്ട്. അവർ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ, തങ്ങളുടെ ദൈവത്തിന്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി ദുർവിനിയോഗിക്കുകയും നമ്മുടെ ഏകനാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന് മുൻപിലിരുന്ന് നമ്മൾ ഇപ്രകാരം ചിന്തിക്കുകയാണ്. സഭയുടെ യാമപ്രാർത്ഥനയിൽ, റംശ പ്രാർത്ഥനയിൽ സഭ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. സഭ സംരക്ഷിക്കപ്പെടുവാൻ, കർത്താവിൻ്റെ അജഗണം കർത്താവിനാൽ സൂക്ഷിക്കപ്പെടുവാൻ കർത്താവിനോട് സഭ പ്രാർത്ഥിക്കുന്ന വളരെ മനോഹരമായ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് മിസ്ബാ 3 ഈ കൺവെൻഷൻ്റെ തീം എന്ന് പറയുന്നത്. ആ പ്രാർത്ഥന പ്രകാരമാണ് നമുക്ക് ഒരുമിച്ച് സ്വരമുയർത്തി ഈ പ്രാർത്ഥന കർത്താവിനോട് നമുക്ക് ഏറ്റുപറയാം. കർത്താവേ, നിന്റെ അജഗണത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കൾ ഞങ്ങളെ ഉപദ്രവിക്കാതെ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ. സഭ എന്താണ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്? നമുക്കൊരിക്കൽ കൂടെ ആ പ്രാർത്ഥന ശ്രദ്ധിക്കാം. കർത്താവേ, അങ്ങയുടെ അജഗണത്തെ, അവരുടെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കൾ ഞങ്ങൾ ഉപദ്രവിക്കാതെ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഭ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്. എന്നാൽ ഈ നാളുകളിൽ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. കർത്താവിൻ്റെ അജഗണത്തിന് രക്തത്തിനായി ദാഹിക്കുന്ന അനേകം ചെന്നായ്ക്കള്
ഈ കാലഘട്ടത്തിലുണ്ട്. ഈ ചെന്നായ്ക്കളിൽ നിന്ന് കർത്താവെ അവിടുത്തെ അജഗണം സംരക്ഷിക്കപ്പെടുവാൻ തൊഴുത്തിൻ മുറ്റത്ത് ഉറങ്ങാതെ നിൽക്കുന്ന കാവൽക്കാരനായി കർത്താവേ അവിടുന്ന് കടന്നു വരണമേ സഭ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ കർത്താവ് സഭയോട് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ അജഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കളിൽ നിന്ന് എൻ്റെ ആട്ടിൻപറ്റം സംരക്ഷിക്കപ്പെടുവാൻ തൊഴുത്തിൻ മുറ്റത്ത് ഉറങ്ങാതെ നിൽക്കുന്ന കാവൽക്കാരിയായി മാറുവാൻ നിനക്ക് കഴിയുമോ? കർത്താവ് ഇന്ന് ഈ ചോദ്യമാണ് നമ്മോട് ചോദിക്കുന്നത്. ദൈവജനത്തിന്റെ കാവൽക്കാരനായി, സത്യവിശ്വാസത്തിന്റെ കാവലാളായി, സഭയുടെ സംരക്ഷണത്തിനു വേണ്ടി കാവൽ നിൽക്കുവാൻ നിനക്ക് കഴിയുമോ? കർത്താവിൻ്റെ ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് മിസ്പ 3 ഈ കൺവെൻഷൻ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ തീം സോങ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരിക്കൽ കൂടെ നമുക്ക് ഇത് ഗ്രഹിച്ചുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്ന ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ഈ തീം സോങ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. എത്ര അർത്ഥവത്താണ് അതിലെ വരികൾ. കർത്താവിൻ്റെ അജഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കൾ. ഇതാണ് യൂദാശ്ലീഹ പറയുന്നത്. പണ്ട് തന്നെ ശിക്ഷയ്ക്കായി വിധിക്കപ്പെട്ടിരിക്കുന്ന ചില ദുഷ്ട മനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കയറിക്കൂടിയിട്ടുണ്ട്, സഭയ്ക്കുള്ളിൽ കയറിക്കൂടിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അവർ കയറിക്കൂടിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ കൃപയെ ദുർവിനിയോഗിച്ച് തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി അത് ഉപയോഗിക്കുവാനായിട്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് സഭയെ തകർക്കുവാൻ, നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുവാൻ, സഭാ നേതൃത്വത്തെ ദുഷിച്ച് ദൈവജനത്തെ സഭയുടെ സംവിധാനങ്ങൾ അകറ്റിക്കളയുവാൻ, സഭാ മക്കളിൽ തെറ്റിദ്ധാരണകൾ, ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് സഭയുടെ ഐക്യതയെ തകർത്ത് കളയുവാൻ ഇന്ന് ചില സംഘടിത ശക്തികൾ വളരെ ശക്തിയോടെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയാണ്, നിങ്ങളുടെ ഇടയിൽ, ആരുടെ ഇടയിൽ? ദൈവജനത്തിൻ്റെ ഇടയിൽ, സഭയ്ക്കുള്ളിൽ കയറിക്കൂടിയിട്ടുണ്ട്. നുഴഞ്ഞു കയറുക. എന്തിനാണ് അവർ കയറിക്കൂടിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ കൃപയെ ദുർവിനിയോഗം ചെയ്യാൻ, സത്യവിശ്വാസത്തെ ക്ഷയിപ്പിച്ച് കളയാൻ, നമ്മുടെ യുവജനങ്ങളെ വിശ്വാസം അകറ്റിക്കളയാൻ, സഭയെ തളർത്തിക്കളയാൻ, പൗരോഹിത്യത്തെയും സമർപ്പിത ജീവിതത്തെയും അവഹേളിക്കുവാൻ, സഭാ നേതൃത്വത്തെ ദുഷിക്കുവാൻ, സഭയുടെ കെട്ടുറപ്പിൻ്റെ അടിസ്ഥാനത്തെ ഇളക്കിക്കളയാൻ, ഇങ്ങനെ പലവിധ സ്വാർത്ഥപരമായ ഉദ്ദേശത്തോടു കൂടി അവർ കയറിക്കൂടിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയെ ദുർവിനിയോഗിക്കുക. എന്തിനു വേണ്ടി? തങ്ങളുടെ അശുദ്ധ ജീവിതത്തിന് വേണ്ടി, സ്വാർത്ഥപരമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി, അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, അവരുടെ ചില ഉന്നമനങ്ങൾക്ക് വേണ്ടി അവർ ഈ ദൈവകൃപയെ ദുർവിനിയോഗം ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശത്രുക്കൾക്ക്, ഈ ചെന്നായ്ക്കൾക്ക് എങ്ങനെയാണ്
പലപ്പോഴും ദൈവജനത്തിനിടയിലേക്ക് എൻട്രി കിട്ടുന്നത്, അവരെങ്ങനെയാ കടന്നു വരുന്നത്? നമ്മുടെ കർത്താവ് പറഞ്ഞു, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 25-ാം വചനത്തിൽ എന്താണ് യേശു പറഞ്ഞത്? ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ സഭാമക്കൾ തിരിച്ചറിയുക. വളരെ കാലിക പ്രസക്തിയുള്ള സന്ദേശമാണിത്. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ സഭാമക്കൾ തിരിച്ചറിയണം. ഇവിടെ കർത്താവ് പറഞ്ഞു, ആളുകൾ ഉറക്കമായപ്പോഴാണ് ഇവർക്ക് എൻട്രി കിട്ടിയത്, ശത്രു വന്ന് കള വിതച്ചത്. കർത്താവ് ഈ വായില് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവര് വളരെ ശ്രദ്ധയുള്ളവരാകണം. അഭിനയ പിതാക്കന്മാര്, വന്യ വൈദികര്, സമർപ്പിതര്, കർത്താവിൻ്റെ ദമ്പതിമാര്, യുവജനങ്ങൾ, ദൈവജനം മുഴുവനും ഒരുപോലെ ശ്രദ്ധയുള്ളവരാകണം. നമ്മൾ സ്ലീപ്പിംഗ് സോൾജേഴ്സ് ആകരുത്. കർത്താവിൻ്റെ സഭ കർത്താവിൻ്റെ സൈന്യമാണ്. ഈ സൈന്യനിരയിലെ മുന്നണി പോരാളികളാണ് ഓരോ വിശ്വാസിയും. സഭയുടെ ഓരോ മകനും മകളും ഈ സൈന്യത്തിലെ മുന്നണി പോരാളികളാണ്. മുന്നണി പോരാളികളായി ഞാനും നിങ്ങളും സ്ലീപ്പിംഗ് സോൾജേഴ്സായി നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന പോരാളികളാണെങ്കിൽ ശത്രു നുഴഞ്ഞു കയറും, ശത്രു കളവെതയ്ക്കും. നമ്മൾ കെയർലെസ് വിശ്വാസികളാകരുത്. ശ്രദ്ധയില്ലാത്ത, ജാഗ്രതയില്ലാത്ത, സൂക്ഷ്മതയില്ലാത്ത പോരാളികളാകരുത്. നമ്മുടെ അശ്രദ്ധയാണ് പലപ്പോഴും ശത്രുവിനെ എൻട്രി കൊടുക്കുന്നത്. കർത്താവ് വ്യക്തമായിട്ട് പറയാണ്, ആളുകൾ ഉറക്കമായപ്പോൾ ഈ വയൽ സൂക്ഷിക്കാൻ കർത്താവ് ഏൽപ്പിച്ചവരുടെ ഉറക്കം, അവരുടെ അശ്രദ്ധ, അവരുടെ കെയർലെസ് ശത്രുവിനെ കളവെതയ്ക്കാൻ അവസരം കിട്ടുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവർ ഈ ഉറക്കം എന്ന് പറയുന്നത്? നമ്മൾ ശ്രദ്ധിക്കണം. ഏൽപ്പിച്ച കാര്യം മറന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. കർത്താവ് വ്യത്യസ്തങ്ങളായ ഉദ്ദേശത്തോടു കൂടിയാണ്, നിയോഗത്തോടു കൂടിയാണ് നമ്മെ ഓരോരുത്തരെയും സഭയ്ക്കുള്ളിൽ നിർത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട വൈദികർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട സമർപ്പിതർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അൽമായ ശുശ്രൂഷകർക്ക് അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. കുടുംബസ്ഥർക്ക്, യുവജനങ്ങൾക്ക് എല്ലാവർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നാൽ കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്തം മറന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതൊരു വിധത്തിലുള്ള ആത്മീയ ഉറക്കമാണ്. ഈ ഉറക്കം നമ്മെ അപകടത്തിലാക്കും. ഈ ഉറക്കം ശത്രുവിനെ നുഴഞ്ഞു കയറുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ്. ശത്രുവിനെ കളവെതയ്ക്കുവാൻ നമ്മൾ തന്നെ അവസരമുണ്ടാക്കി കൊടുക്കുകയാണ്. ഏൽപ്പിച്ച കാര്യം മറന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപകടമാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മെ അറിയിക്കുകയാണ്. രണ്ടാമത്തെ ഉറക്കമെന്ന് പറയുന്നത് വളരെ ബിസി, ടു ബിസി, ഭയങ്കര തിരക്ക് പിടിച്ച് നമ്മൾ പോവുകയാണ്. നമ്മൾ എങ്ങോട്ടാണ് ഈ തിരക്ക് പിടിച്ച് പോകുന്നത്? പലരും പറയാറുണ്ട്, പല്ല് തേക്കാൻ വരെ നേരമില്ല, പിന്നെ പല്ല് തേക്കേണ്ടതെന്ന് വിചാരിച്ച് തേക്കുകയാണ്. എല്ലാവരും വളരെ ബിസിയാണ്. പ്രാർത്ഥിക്കാൻ നേരമില്ല, വചനം ധ്യാനിക്കാൻ നേരമില്ല, കർത്താവിനെ ലിസൺ ചെയ്യാൻ, കർത്താവിനെ കേൾക്കുവാൻ, കർത്താവിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ, കർത്താവിൻ്റെ ആലോചന സ്വീകരിക്കുവാൻ കർത്താവ് നിയോഗിച്ച നമുക്ക് പലർക്കും നേരമില്ലാതെ തിരക്ക് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ, നമ്മുടെ പ്രയോറിറ്റി മാറുമ്പോൾ ശത്രുവിന് നമ്മൾ എൻട്രി കൊടുക്കുകയാണ്. കളവെതയ്ക്കുവാൻ നമ്മൾ ശത്രുവിനെ അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഈ വാക്കുകൾക്ക് ഈ നാളുകളിൽ വലിയ പ്രസക്തിയുണ്ട്. മറ്റൊരു ഉറക്കം എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ് ആണ്, അമിതമായ ആത്മവിശ്വാസം. എൻ്റെ കുടുംബത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല, എൻ്റെ മക്കള് അവർ നശിപ്പിക്കപ്പെടുകയില്ല, അവർ വിശ്വാസം ഉപേക്ഷിക്കില്ല, എൻ്റെ കുടുംബത്തിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല, എൻ്റെ സമൂഹത്തിൽ
ഇത്തരത്തിലുള്ള അസ്വസ്ഥകൾ ഉണ്ടാവുകയില്ല, ദുഷിപ്പുണ്ടാവുകയില്ല, വിശ്വാസക്ഷയം ഉണ്ടാവുകയില്ല. എൻ്റെ ഇടവകയിൽ, എൻ്റെ രൂപതയിൽ, ഞാനായിരിക്കുന്ന എൻ്റെ കൂട്ടായ്മയിൽ ഇതൊന്നും സംഭവിക്കില്ല. ഞങ്ങൾ വിശ്വാസമുള്ളവരാണ്, കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്, സഭയെ സ്നേഹിക്കുന്നവരാണ്, ഇവിടെയൊന്നും ഈ വക പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ്, അതും ഒരു തരത്തിലുള്ള ഉറക്കമാണ്. നമ്മുടെ അമിതമായ ആത്മവിശ്വാസം പലരോട് ഈ നാളിൽ സംസാരിച്ചിട്ടുണ്ട്. പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ പറയുന്നു, അതൊന്നും സംഭവിക്കില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നമ്മുടെ പെൺകുഞ്ഞുങ്ങളൊന്നും അങ്ങനെ നഷ്ടപ്പെടുകയില്ല, നമ്മുടെ യുവജനങ്ങൾ നഷ്ടപ്പെട്ടു പോവില്ല, നമ്മുടെ കുടുംബങ്ങൾ താറുമാറാവില്ല, സഭയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അമിതമായ ആത്മവിശ്വാസം പലപ്പോഴും നഷ്ടപ്പെട്ടും തകർന്നു കഴിയുമ്പോഴാണ് പലതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ശത്രുവിൻ്റെ പ്രവർത്തനത്തിനും വിജയത്തിനും കളമൊരുക്കുകയാണ്. മറ്റൊരുറക്കമെന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. ഇങ്ങനൊരു ശത്രു ഉണ്ടെന്നും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇങ്ങനെ കളകളവൻ വിതയ്ക്കുന്നുണ്ടെന്നുള്ള നമ്മുടെ അജ്ഞത, നമ്മുടെ അജ്ഞാനം, നമ്മുടെ അറിവില്ലായ്മ പലപ്പോഴും ശത്രുവിനെ കീറി കളിക്കുവാൻ, അവനെ പ്രവർത്തിക്കുവാൻ അവസരം കൊടുക്കുകയാണ്. നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ പലരും പ്രണയക്കെണികളിൽ പെടുന്നു. അത്തരത്തിലുള്ള പൈശാചിക പ്രവർത്തികൾ പലർക്കും ഇപ്പോഴും അറിയാൻ പാടില്ല. അതൊക്കെ ഉണ്ടോന്നാ ചോദിക്കുന്നത്. നമ്മുടെ അനേക യുവജനങ്ങൾ നിരീശ്വര ആശയങ്ങളിൽ പെട്ടുകിടക്കുകയാണ്. അനേക യുവജനങ്ങൾ സഭയിൽ നിന്ന് അകന്നുപോയി. പലർക്കിത് അറിയാൻ പാടില്ല, പലർക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സഭയ്ക്ക് സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസ ക്ഷയങ്ങൾ, നമ്മുടെ കുടുംബത്തിനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, പലപ്പോഴും വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികൾ, ഇതൊന്നും അറിയാതെ പോകുന്ന അനേകം വിശ്വാസികൾ നമ്മൾ സ്ലീപ്പിംഗ് സോൾജിയേഴ്സായി മാറുകയാണ്. നമ്മൾ കെയർലെസ് വിശ്വാസികളായിട്ട് മാറുകയാണ്. ഇന്ന് സഭയുടെ തകർച്ചയ്ക്കും നമ്മുടെ കുടുംബങ്ങളുടെ നാശത്തിനും നമ്മുടെ സമൂഹങ്ങളുടെ ശുഷ്കിപ്പിനും ഒരു പ്രധാന കാരണം നമ്മുടെ ഉറക്കമാണ്, നമ്മുടെ അറിവില്ലായ്മയാണ്, നമ്മുടെ അമിതമായ ആത്മവിശ്വാസമാണ്, നമ്മുടെ തിരക്ക് പിടിച്ചുള്ള മുന്നേറ്റമാണ്. ഏൽപ്പിച്ച കാര്യം മറന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല ദുരിതങ്ങളുടെയും തകർച്ചകളുടെയും ഒരു അടിസ്ഥാനമെന്ന് കർത്താവ് നമ്മോട് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ്, എനിക്ക് ആ വചനം ഒരുപാട് ഇഷ്ടപ്പെട്ടു. വ്യക്തമായി സഭാമക്കളോട് പറയുകയാണ്. ഗലാത്യ സഭയ്ക്ക് ഇത് ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വചനം. ഇവര് പലപ്പോഴും സഭയ്ക്കുള്ളിലോട്ട് വരുന്നത്, ദൈവജനത്തിനിടയിൽ ഇത്തരത്തിലുള്ള കളകൾ വിതയ്ക്കുന്നത് അണ്ടർ കവർ ഏജൻസ് ആയിട്ടാണ്. അണ്ടർ കവർ ഏജൻസ്. എന്താണ് ഈ അണ്ടർ കവർ ഏജൻസ് എന്ന് പറയുന്നത്? അപ്പൊ അതിനെല്ലാവരും ഉറക്കെ വായിച്ച്, എന്നാൽ യേശു ക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് ഞങ്ങൾ അടിമത്തത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി. ശ്രദ്ധിക്കണം, എല്ലാവരും സെക്കൻഡ് ഇങ്ങോട്ട് നോക്കി. യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ എന്ത് ചെയ്യുന്നു പറയുന്നത്? ചൂഷണം ചെയ്തുകൊണ്ട്. ഇപ്പൊ ക്രൈസ്തവരുടെ മുഖമുദ്രയാണ്, നമ്മുടെ മുഖമുദ്രയാണ് സ്നേഹം, കരുണ, മനസ്സലിവ്, എല്ലാവരും ഉൾക്കൊള്ളുവാനുള്ള ഹൃദയം, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരും ചേർത്ത് പിടിക്കുവാനുള്ള നമ്മുടെ ആഗ്രഹം. ഇതെല്ലാം ഈശോ നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശങ്ങളാണ്. പലപ്പോഴും നമ്മുടെ സ്നേഹത്തെ, നമ്മുടെ കാരുണ്യത്തെ, നമ്മുടെ മനസ്സലിവിനെ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരും ചേർത്ത് പിടിക്കുവാനുള്ള നമ്മുടെ ഹൃദയത്തുറവിയെ മറ്റു പലരും ചൂഷണം ചെയ്ത്, അതാ ശ്രദ്ധിക്കണം, ചൂഷണം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, അവരുടെ കാര്യസാധ്യതകൾക്ക് വേണ്ടി, അവരുടെ പ്രസ്ഥാനങ്ങൾ വളർത്താൻ വേണ്ടി, ക്രിസ്തീയ വിശ്വാസത്തെ ക്ഷയിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ പെൺമക്കളെ ചതിയിൽപ്പെടുത്താൻ വേണ്ടി, നമ്മുടെ യുവജനങ്ങളെ സത്യവിശ്വാസത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഈ സ്വാതന്ത്ര്യങ്ങളെ ചൂഷണം ചെയ്ത് അവരെന്ത് ചെയ്യുന്ന പൗലോസ് പറയുന്നത്? ഞങ്ങളെ അടിമത്തത്തിൽ നമ്മുടെ സമൂഹത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുക, നമ്മുടെ സമുദായത്തിന്റെ വളർച്ചയെ തടയുക, നമ്മുടെ സമുദായത്തിന്റെ മുന്നേറ്റത്തെ തടയുക. നമ്മളെ അങ്ങനെ നമ്മൾ പോലും അറിയാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക, തളർത്തിക്കൊണ്ടിരിക്കുക, ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളങ്ങനെ അടിമത്തത്തിലേക്ക് നയിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നവർ? വ്യാജ സഹോദരന്മാർ. അതാണ് അണ്ടർ കവർ ഏജൻസ്. ചില മിലിറ്ററികളിലും അതുപോലെ തന്നെ ചില രഹസ്യാന്വേഷണ വിഭാഗങ്ങളിലൊക്കെ ഈ അണ്ടർ കവർ ഏജൻസ് ഉണ്ട്.
ശരിയായിട്ടുള്ളതിനെ കവർ ചെയ്ത് വെച്ചിരിക്കുക. പുറത്തുള്ളത് ഡ്യൂപ്ലിക്കേറ്റാ. പലപ്പോഴും സ്നേഹം നടിച്ച്, കരുണ നടിച്ച്, നമ്മളെ സഹായിക്കാനുള്ള വ്യാജേനെ, നമ്മളെ കരുതുന്ന അത്തരത്തിലുള്ള പ്രവർത്തികളുമായി പലരും വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം. വ്യാജ സഹോദരന്മാരായി അവർ രഹസ്യത്തിൽ കടന്നുകൂടി. അതാണ് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കള്. അവരുടെ ലക്ഷ്യം എന്താ? കർത്താവിന്റെ അജഗണത്തിന്റെ രക്തത്തിന് വേണ്ടിയാണ് അവര് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. കർത്താവിന്റെ സഭയെ ദുഷിപ്പിക്കുവാൻ, കർത്താവ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ ക്ഷയിപ്പിച്ചു കളയാൻ, നമ്മുടെ തലമുറയെ മലിനപ്പെടുത്തുവാൻ, നമ്മുടെ സമുദായത്തിന്റെ ഫലം അതിന് ബലക്ഷയം വരുത്തുവാൻ അവർ രഹസ്യത്തിൽ കടന്നുകൂടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭാമക്കളായി നമുക്ക് ഇതിനെക്കുറിച്ച് നല്ല ഒരു അവബോധമുണ്ടാകണം, അവയർനെസ് ഉണ്ടാകണം. നമ്മുടെ അറിവില്ലായ്മയാണ് പലപ്പോഴും നമ്മുടെ നാശത്തിന് കാരണമാകുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച്, സഭയെ തകർക്കുവാനും സഭയെ നശിപ്പിക്കുവാനും സഭാമക്കളെ ചിതറിക്കുവാനുമുള്ള ശത്രുവിൻ്റെ ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മിൽ അധികം പേർക്കും അറിയത്തില്ല. നമ്മൾ അതിനെക്കുറിച്ച് അവെയറായിട്ടില്ല. പലർക്കും അമിതമായ ആത്മവിശ്വാസം, അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല, എൻ്റെ കുടുംബത്തിൽ ഇത് സംഭവിക്കില്ല, എൻ്റെ മക്കൾക്ക് ഇത് സംഭവിക്കത്തില്ല, എൻ്റെ കമ്മ്യൂണിറ്റിയിൽ സംഭവിക്കത്തില്ല, എൻ്റെ കോൺഗ്രിഗേഷൻ സംഭവിക്കത്തില്ല. എത്ര സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സംഭവിച്ചു കഴിയുമ്പോഴാണ് ദൈവമേ പറ്റിപ്പോയല്ലോ, പിന്നെ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി സഭാമക്കളായി നമ്മോട് പറയുകയാണ്, ഈ അണ്ടർ കവർ ഏജൻസിനെ നമ്മൾ തിരിച്ചറിയണം. ഈ അണ്ടർ കവർ ഏജൻസ് ഇവര് തരത്തിൽ പിശാചിന്റെ ഏജന്റുകളാണ്. സാത്താന്റെ പ്രവർത്തികള് അവിടെ നിർവഹിക്കുവാൻ വേണ്ടി പിശാച് തന്നെ ഇൻസൾട്ട് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ തിന്മയുടെ ശക്തികൾ ഇൻസൾട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം 28-ാം വചനത്തിൽ ഇപ്രകാരം പരിശുദ്ധാത്മാവ് സഭാമക്കളോട് പറയുന്നത്. നമുക്ക് ഒരുമിച്ച് ഉച്ചത്തിലെ വചനം വായിക്കാം. പെട്ടെന്ന് വായിച്ചേ. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ശ്രദ്ധിക്കണം. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഒരു സെക്കൻഡ്, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? നിങ്ങളെ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഓരോരുത്തരും നമ്മൾ നഷ്ടപ്പെട്ടു പോകരുത്, നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകരുത്, നമ്മൾ സഭ വിട്ടു പോകരുത്, നമ്മൾ സഭാവിരുദ്ധതയിലേക്ക് പോകരുത്, നമ്മൾ കർത്താവിന്റെ അജഗണത്തെ ദുഷിക്കരുത്. പരിശുദ്ധാത്മ പറയാം, ആദ്യം നിങ്ങളെ പറ്റിയും, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സമൂഹം, ഒപ്പം കർത്താവിന്റെ അജഗണം മുഴുവനെയും പറ്റിയും നിങ്ങൾ ജാഗരൂകരായിരിക്കണം. അല്ലെങ്കിൽ ഉറക്കെ പറഞ്ഞേ, ജാഗരൂകരായിരിക്കണം. പോരാ, അല്പം ഉച്ചത്തിൽ പറഞ്ഞേ, ജാഗരൂകരായിരിക്കണം. മാതാപിതാക്കൾ പരസ്പരം, മക്കള്, സഹോദരി സഹോദരങ്ങൾ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വന്യവൈദികരെ, നമ്മോടൊക്കെയുള്ള ദൈവത്തിന്റെ ആലോചനയാണിത്. കർത്താവിന്റെ അജഗണം മുഴുവനെയും പറ്റിയും നിങ്ങൾ അണ്ടർ കവർ ഏജൻസ് കടന്നുകൂടിയിട്ടുണ്ട്. അവർ രഹസ്യത്തിൽ പ്രവർത്തിക്കുകയാണ് സഭയെ തളർത്തിക്കളയുവാൻ, നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുവാൻ വേണ്ടി, നമ്മുടെ യുവജനങ്ങളെ സഭയുടെ സംവിധാനങ്ങൾ അകറ്റിക്കളയാൻ വേണ്ടി, നമ്മുടെ പെൺമക്കളെ ചതിയിൽപ്പെടുത്തി, പ്രണയക്കണിയിൽപ്പെടുത്തി അവരുടെ വിശ്വാസത്തെ, അവരുടെ ഭാവി ജീവിതത്തെ തകർക്കാൻ വേണ്ടി പരിശുദ്ധാത്മാ പറയാണ്, നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ജാഗരൂകരായിരിക്കണം. ഹല്ലേലൂയ. അതീവ ശ്രദ്ധയുള്ളവരായിരിക്കണം, സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുക, നമ്മുടെ സമുദായത്തെ അതിനെ ദുർബലപ്പെടുത്തുവാൻ, സഭയുടെ സംവിധാനങ്ങളെ താറുമാറാക്കാൻ, സഭയുടെ കെട്ടുറപ്പിനെ ക്ഷയം വരുത്തുവാൻ ആഗ്രഹിക്കുന്ന ഈ അണ്ടർ കവർ ഏജൻസ് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്? കർത്താവിന്റെ അജഗണത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ഈ ചെന്നായ്ക്കൾ ഏതൊക്കെയാ? അതിലൊന്നാമത് തീവ്രവാദമാണ് പ്രിയപ്പെട്ടവരെ, പ്രധാനമായി ഇസ്ലാം തീവ്രവാദം. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ലോകം മുഴുവൻ ആദ്യ ദിനത്തിൽ, ഈ മിസ്ബാ 3 ഈ കൺവെൻഷൻ ആദ്യ ദിനത്തിൽ അതിശക്തമായ വിധത്തിൽ ബഹുമാനപ്പെട്ട സേവ്യർക്കൻ വട്ടായിലച്ചരുടെ പരിശുദ്ധാത്മാവ് സഭ മക്കളോട് പറഞ്ഞു, മതപീഡനം ഒരു യാഥാർത്ഥ്യമാണോ എന്ന്. അത് ഭയങ്കരമായൊരു ചോദ്യമാണ്. ലോകത്തിലെ പല രാജ്യങ്ങൾ നടമാടുന്ന
ക്രൈസ്തവ വിരുദ്ധത, ക്രൈസ്തവ പീഡനങ്ങള്, വിശ്വാസത്തിന് വേണ്ടി നമ്മുടെ സഹോദരി സഹോദരങ്ങള് രക്തസാക്ഷികളാകുന്നു, കറുത്തറുത്ത് കൊല്ലുന്നു, വെടിവെച്ച് കൊല്ലുന്നു, അവരെ പീഡിപ്പിക്കുന്നു, ഇല്ലാതാക്കുന്നു. എത്രയെത്രയോ സംഭവങ്ങൾ നമ്മൾ ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇസ്ലാം തീവ്രവാദം അത് അതിശക്തമായിട്ടുള്ള കർത്താവിൻ്റെ അജഗണത്തെ തകർക്കുവാനുള്ള ഈ കാലഘട്ടത്തിലെ അതിശക്തമായൊരു തിന്മയുടെ ശക്തിയാണത്. 83-ാം സങ്കീർത്തനം 4-5 വചനങ്ങളിൽ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? 83-ാം സങ്കീർത്തനം 4-5 വചനം പെട്ടെന്ന് വചനം വായിക്കാം. വരുവിൻ, വരുവിൻ, ഈ ജനത മുഴുവനെയും. സാധിക്കുമെന്ന് നിങ്ങൾ ആ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുക. വരുവിൻ, ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം. ഈ ജനത മുഴുവനെയും, അതെ, ക്രൈസ്തവ ജനതയെ തുടച്ചു മാറ്റുവാൻ ഇന്ന് പല തീവ്രവാദ സംഘടനകളും അവര് തീരുമാനമെടുത്തിരിക്കുകയാണ്. ക്രൈസ്തവരെ ഇല്ലാതാക്കാം, ക്രൈസ്തവ വിശ്വാസത്തെ നമുക്ക് ഇല്ലാതാക്കി കളയാം. വരുവിൻ, ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം. അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്ന പറയുന്നത്? ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർമ്മിക്കാതിരിക്കട്ടെ എന്നവർ അഞ്ചാമത്തെ വചനം. അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്നു? അതെ, അവർ ഏക മനസ്സോടെ ദുരാലോചന നടത്തുന്നു. ദുരാലോചനകൾ എങ്ങനെ ക്രിസ്തീയ വിശ്വാസം ഇല്ലാതാക്കാം, എങ്ങനെ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാം. നൈജീരിയയിൽ എന്താ നടക്കുന്നത്? സിറിയയിൽ എന്താ നടന്നത്? ഇറാഖിൽ എന്താ നടന്നത്? മധ്യപൂർവേഷ്യയുടെ പല ഭാഗങ്ങളിലും പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? എങ്ങനെ ക്രൈസ്തവർ ഇല്ലാതാക്കാം? അവരെന്ത് ചെയ്യുന്നത് പറയുന്നത്? 5-ാമത്തെ വചനം. അവർ ദുരാലോചനകൾ നടത്തുന്നു, അവർ അതിനു വേണ്ടി കെണിയൊരുക്കുന്നു. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ നടന്നൊരു സംഭവം. ഒരു 62 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യന്റെ പേര് ഇതാണ്: നബീൽ ഹബാഷ് സലാമ. നബീൽ ഹബാഷ് സലാമ, 62 വയസ്സുള്ളൂ. IS ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ഇറക്കിയ ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ ഞായറാഴ്ച വട്ടാഴ്ച പറഞ്ഞു, ഈ മതപീഠത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞുള്ളൂ. ഒരു പുതിയ വീഡിയോ, 62 വയസ്സുള്ള കോപ്റ്റിക് ക്രൈസ്തവനായ ഈ സലാമയെ വെടിവെച്ച് കൊല്ലുകയാണ്. അതിനുശേഷം IS ഭീകരര് ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: ലോകം മുഴുവനുള്ള ക്രൈസ്തവർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. ക്രൈസ്തവർക്ക് മുഴുവൻ ഇതൊരു മുന്നറിയിപ്പാണ്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന പല വിധത്തിലുള്ള ഇതുപോലത്തെ ഭീകര പ്രവർത്തനങ്ങള്, ക്രൈസ്തവർ ഇല്ലാതാക്കാനുള്ള തീവ്രവാദ പ്രവർത്തനങ്ങള്, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥനയോടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ആ വീഡിയോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. കണ്ടോ? അത് പോസ്റ്റ് കണ്ടോ? ഇതേ കാണാൻ സലാം, 62 വയസ്സുള്ള ആ ക്രൈസ്തവ വിശ്വാസിയെ IS ഭീകരർ വെടിവെച്ച് കൊല്ലും. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ ചിത്രം കണ്ടതാണ്. ഇതൊന്നും കെട്ടുകഥകളല്ല, വ്യാജമായ കാര്യങ്ങളല്ല പ്രിയപ്പെട്ടവരെ. ക്രൈസ്തവ വിശ്വാസം ഇല്ലാതാക്കാനുള്ള സംഘടിതമായ നീക്കങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. അത് വെടിവെച്ച് കൊല്ലുകയാണ്. സിറിയയിൽ ശ്വാസത്തിനെതിരെ, പാകിസ്ഥാനിൽ നമുക്ക് കാണാം പ്രായപൂർത്തിയാക്കുന്ന പെൺകുഞ്ഞുങ്ങളെയൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത്. നൈജീരിയയിൽ അതേ വെടിവെച്ചു. വിവിധ രാജ്യങ്ങൾ ഇതുപോലെ നടക്കുകയാണ്. ഈശോയെ, കരുണ കാണിക്കണമേ, കൃപ ചെയ്യണമേ. കർത്താവേ, വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. ഏപ്രിൽ 24 ഇന്ന് ലോക ചരിത്രത്തിൽ ഏറ്റവും ക്രൂരമായ വംശഹത്യയുടെ ഒരു സ്മരണ ദിനം കൂടിയാണ്. അർമേനിയയിൽ ഏകദേശം 105 കൊല്ലങ്ങൾക്ക് മുൻപ് അർമേനിയയിൽ എൻ്റെ സഹോദരൻ 15 ലക്ഷം ക്രൈസ്തവരെ കൂട്ടക്കുരുതി നടത്തി. 15 ലക്ഷം. അർമേനിയ വംശഹത്യയെക്കുറിച്ച് ചരിത്രം അറിയുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഇതുപോലെ ഇന്ന് ഒരുപാട് പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഈ തീവ്രവാദ. ഇതിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ വശീകരിച്ച് പ്രണയ കെണിയിൽപ്പെടുത്തി
കുടുംബത്തിൽ നിന്ന്, സഭയിൽ നിന്ന്, വിശ്വാസത്തിന് അകറ്റി അവരെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള പൈശാചിക പ്രവണതകൾ ഇന്ന് ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ആമോസ് പ്രവചനം 3:5. പെട്ടെന്ന് വചനങ്ങൾ ഡിസ്പ്ലേ ചെയ്താൽ ഒത്തിരി നന്നായിരിക്കും. ആമോസ് പ്രവചനം 3:5. കെണി ഒരുക്കാതെ പക്ഷി കെണിയിൽപ്പെടുമോ? കെണി വെക്കുകയാണ്. എൻ്റെ പെൺമക്കളുള്ള മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ മാതാപിതാക്കളെ, നമ്മൾ ജ്ഞാനമുള്ളവരാകണം. അമിതമായ ആത്മവിശ്വാസം അരുത്. അവർ ക്യാമ്പസിലോട്ട് പോകുമ്പോൾ, അവർ സ്കൂളിലോട്ട് പോകുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ, ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ മൊബൈലൊക്കെ സ്നേഹത്തോടെ ചെക്ക് ചെയ്യണം. പല സൂത്രങ്ങളും നമ്മുടെ മക്കൾക്കറിയാം, എങ്കിലും ശ്രദ്ധിക്കണം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കെണിവെക്കുകയാണ് നമ്മുടെ പെൺമക്കളെ നശിപ്പിക്കാൻ. എത്ര ക്രൈസ്തവ പെൺകുട്ടികളാണ് സഭയെ ഉപേക്ഷിച്ച്, കർത്താവായ യേശുവിനെ ഉപേക്ഷിച്ച്, സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച്, മാതാപിതാക്കൾ ഉപേക്ഷിച്ച് ഇതുപോലുള്ള കെണികളിൽപ്പെട്ട് വിശ്വാസം നശിച്ച് പല തീവ്രവാദ സംഘടനകളിൽ പോയി പെട്ട് അവരുടെ ജീവിതം പലരും നരകിച്ചു കൊണ്ടിരിക്കുക. എത്ര വാർത്തകൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കണം. കെണി വയ്ക്കാതെ എങ്ങനെയാണ് പക്ഷി കെണിയിൽപ്പെടുക? ഇതിന് ചക്രവർത്തമാനങ്ങളും തേനൊലിപ്പിക്കുന്ന വാക്കുകളും. എൻ്റെ അനുജത്യമാരെ, മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നല്ല ജ്ഞാനമുള്ളവരാകണം, കർത്താവിൻ്റെ അഭിഷേകമുള്ളവരാകണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ യുവതികൾ, പെൺകുഞ്ഞുങ്ങൾ. മാർക്കോസിന് സുവിശേഷ റോമാക്കാർക്ക് ലേഖനം 16:18 വിശുദ്ധ പൗലോസ് സഭാമക്കളോട് ഇത് പറയുന്നുണ്ട്. ഇവർ വയ്ക്കുന്ന കെണി, അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് കണ്ടു. ആകർഷകമായ മൊബൈൽ ഫോണിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ട്വിറ്ററിലൂടെ, പിന്നെന്താ, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാഫ്, എന്തൊക്കെ സംഗതികളായിന്ന്. ഇതൊക്കെ വളരെ നല്ലതാണോ? ഇതിലൂടെയൊക്കെ ആകർഷകമായ ചക്രവാക്കുകൾ പറഞ്ഞ്, തേനൊലിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് പാവപ്പെട്ട പെൺകുട്ടികളെ, ഹൃദയശുദ്ധിയുള്ള, എട്ടും പൊട്ടും തിരിച്ചറിയാത്ത, ലോകം മനസ്സിലാക്കാൻ കഴിയാത്ത, ഈ ചതി തിരിച്ചറിയാൻ പറ്റാത്ത, ഇത് കെണിയാന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത നമ്മുടെ പല പെൺകുട്ടികളെയും ഈ ചക്രവർത്തമാനങ്ങൾ പറഞ്ഞ് അവരെന്ത് ചെയ്യുന്നു എന്നാ പറയുന്നത്? വഴിപിഴപ്പിക്കുന്നു. ഇങ്ങനെ വഴിപിഴച്ചു പോയ പല പെൺകുട്ടികളും അറിയാം ദൈവമക്കളെ, വേദന കൊണ്ട് പറയാ, എത്ര പെൺകുട്ടികൾ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. നമ്മുടെ ആൺകുഞ്ഞുങ്ങൾ പലരും ഇന്ന് വലിയ തകർച്ചയിലാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കാനും, പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ, നമ്മുടെ യുവജനങ്ങളെ വിശ്വാസം അകറ്റിക്കളയാൻ ഇതുപോലെ കെണികൾ ഒരുക്കുന്ന തിന്മയുടെ പ്രവർത്തികളെക്കുറിച്ച് ഈ നാളുകളിൽ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയ അതിശക്തമായി വിശ്വാസത്തിൻ്റെ ഡിഫൻഡറായി മാറുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദാസൻ, പ്രിയ സഹോദരൻ അനിൽ അയ്യപ്പൻ, അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ നമുക്ക് ശ്രദ്ധയോടെ ഈ വീഡിയോ ഒന്ന് കേൾക്കാം. മതം മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രണയം ഇല്ല എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ ആ പറയുന്നത് നുണയാണ്. അങ്ങനെയുള്ള പ്രണയങ്ങളുടെ എത്രയോ ഇരകളെ, അവരുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ ഞങ്ങൾ കണ്ടിരിക്കുന്നു. എത്രയോ പേർ ഞങ്ങളുടെ മുമ്പിലിരുന്ന് കണ്ണുനീർ ഒഴുക്കിയിരിക്കുന്നു. സ്ത്രീ ശരീരത്തിൽ പുതിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും മാറ്റങ്ങൾ വരികയും ചെയ്യുന്ന സമയമുണ്ടല്ലോ, ഏതാണ്ട് ഒരു 13-14 വയസ്സ്. ആ പ്രായത്തിലുള്ള പെൺകുട്ടികളെ മുതൽ ഇവർ നോട്ടമിടുന്നുണ്ട്. തിരിച്ചറിവില്ലാത്ത ആ പ്രായത്തിലുള്ളവരെയാണ് വലയിൽ വീഴ്ത്താൻ ഏറ്റവും എളുപ്പം എന്നിവർക്കറിയാം. അതുകൊണ്ടാണ് ആ പ്രായം മുതലുള്ളവരെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. തുടക്കത്തിലൊക്കെ പരിശുദ്ധ പ്രണയത്തിൻ്റെ വക്താക്കളായി പ്രത്യക്ഷപ്പെടുന്ന ഇവർ പെൺകുട്ടികളുടെ സ്വഭാവം അനുസരിച്ചാണ് ഇടപെടുക. ഇപ്പോൾ ഉദാഹരണത്തിന്, മതബോധമുള്ള പെൺകുട്ടികളോട് ഇവർ ഇടപെടുന്നത് ഞങ്ങളും നിങ്ങളും വിശ്വസിക്കുന്നത് ഒരേ ദൈവത്തിൽ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും. ഇനി അധികം മതബോധമൊന്നും ഇല്ലാത്ത കുട്ടികളോട് ഇവരിടപെടുന്നത് തികഞ്ഞ മതേതരവാദികളായിട്ടായിരിക്കും. അത് ആ കുട്ടികളുടെ സ്വഭാവം അനുസരിച്ചാണ് ഇവർ ഇടപെടുന്നത്. പിന്നെ വേറെ കോളേജ് കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നാർക്കോ ജിഹാദ്, അത് വേറെയുണ്ട്. നിങ്ങൾ ഈ പത്രവാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ അറിയാൻ കഴിയും. കേരളത്തിൽ മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം ഈ നാളുകളിൽ വളരെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഈ അടുത്ത് 2 സംഭവങ്ങളിലായി ഏതാണ്ട് 6000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് സമുദ്രത്തിൽ വെച്ച് പിടിച്ചെടുത്തത്. ഈ 2 സംഭവങ്ങളിലും കേരളം ലക്ഷ്യമാക്കിയാണ് പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തു നിന്നുള്ള മയക്കുമരുന്ന് വന്നുകൊണ്ടിരുന്നത്. അതാണ് ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് പിടിച്ചത്. വൻകിട ഹോട്ടലുകളിൽ നടക്കുന്ന പല DJ പാർട്ടികളിലും
വില കൂടിയ മയക്കുമരുന്നുകൾ സുലഭമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. മയക്കുമരുന്ന് കേസുകളിൽ അറസ്റ്റ് നടക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അറസ്റ്റ് രേഖപ്പെടുത്തപ്പെടുന്ന 95% കേസുകളിലും മുഖ്യ പ്രതികൾ ഒരു പ്രത്യേക മതത്തിലുള്ളവർ ആയിരിക്കും. മയക്കുമരുന്നിൻ്റെ കാരിയറായി പ്രവർത്തിച്ചിട്ടുള്ളവരെ നാം നോക്കുമ്പോൾ അധികവും അത് സ്ത്രീകളായിരിക്കും. ആ സ്ത്രീകളെല്ലാം തന്നെ ഈ മുഖ്യ പ്രതികളുടെ മതത്തിന് പുറത്തുള്ള മറ്റ് മതങ്ങളിൽ നിന്നുള്ളവരായിരിക്കും. എൻ്റെ ഇത്രയും നാളത്തെ നിരീക്ഷണത്തിൽ മുഖ്യപ്രതിയുടെ മതത്തിൽപ്പെട്ട ഒരൊറ്റ ലേഡി കാരിയറിനെ പോലും അറസ്റ്റ് ചെയ്ത വാർത്ത ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി മുതലെങ്കിലും നിങ്ങൾ അത്തരം വാർത്തകൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. ഞാൻ ഈ പറയുന്നത് സത്യമാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കൃത്യമായി ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ഇവർ കാരിയറുകളെ ഉണ്ടാക്കിയെടുക്കുന്നത്. സ്വന്തം മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ ഒഴിവാക്കുകയും അന്യമതങ്ങളിൽപ്പെട്ടവരെ തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാക്കി മാറ്റിയിട്ടാണ് ചിലരെ കരിയറുകളാക്കുന്നതെങ്കിൽ മറ്റു ചിലരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത് അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരെ കാരിയറുകളാക്കി മാറ്റുകയാണ്. ഇവരുടെ ഭീഷണികൾക്ക് വഴങ്ങാത്തവരുടെ നഗ്ന ഫോട്ടോകളും വീഡിയോകളും ഇവർ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. ഈ അടുത്ത് പോലും അത്തരമൊരു കേസിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഞങ്ങളുടെ മക്കൾ ഇങ്ങനെയൊന്നും വഴിതെറ്റി പോവുകയില്ല എന്ന്. വേദനയോടെ ഞാൻ പറയട്ടെ, ഇത്തരം കേസുകളിൽ ഇരകളായി മാറിയ ഓരോ പെൺകുട്ടിയുടെയും മാതാപിതാക്കളും ഇങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. ഇങ്ങനെ തന്നെയാണ്, എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ ഇങ്ങനെയുള്ളതിനൊന്നും പോവുകയില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുകയില്ല, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രണയക്കുരുക്കുകളിൽ ചെന്ന് വീഴുകയില്ല എന്നൊക്കെയാണ് അവരും ചിന്തിച്ചിരുന്നത്. പക്ഷേ പോലീസ് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവർ തങ്ങൾക്ക് തെറ്റിപ്പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഈ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം നാം പകർന്നു നൽകണം. അതോടൊപ്പം തന്നെ സമൂഹത്തിലുള്ള ഇത്തരം ചതിക്കുഴികളെക്കുറിച്ച് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കുകയും വേണം. മതസൗഹാർദ്ദത്തെക്കാൾ വലുത് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷയാണെന്നുള്ള ബോധം നമുക്കും ഉണ്ടാകണം. മതസൗഹാർദ്ദത്തിനും മതേതരത്വത്തിനും കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ബലി കൊടുക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. അതുകൊണ്ട് ചെറുപ്പത്തിലേ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാക്കി മാത്രമല്ല, ഇത്തരം ചതിക്കുഴികളെക്കുറിച്ച്, ഇങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അവരെ നമുക്ക് ബോധവാന്മാരും ബോധവതികളുമാക്കി മാറ്റാം. അങ്ങനെ ആ വിധത്തിൽ നമുക്ക് അവരെ വളർത്തിയെടുക്കാം. അങ്ങനെ മാത്രമേ നമുക്ക് ഇതിനെ ചെറുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലാതെ പറ്റുകയില്ല. കാരണം കൃത്യമായ അജണ്ടയോടുകൂടെ വല നെയ്ത് കെണി ഒരുക്കി കാത്തിരിക്കുന്നൊരു കൂട്ടം പുറത്തുണ്ട്. അപ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാൻ നമുക്ക് ഇതേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ മക്കളെ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരാക്കി മാറ്റി ആ കെണിയിൽ അവർ വീഴാത്ത വിധത്തിൽ അവരെ പ്രാപ്തരാക്കുക, അതിനെ അതിജീവിക്കാൻ പ്രാപ്തരാക്കി വളർത്തിയെടുക്കാം. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. സഹോദരൻ അനിൽ അയ്യപ്പൻ വളരെ ആധികാരികമായി ഈ വിഷയത്തിൽ ഇത്തിരി അറിവും പഠനവും അനുഭവങ്ങളും ഉള്ളതാണ് അദ്ദേഹത്തിന്. എത്ര കൃത്യതയോടെ അദ്ദേഹത്തെ അവതരിപ്പിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അജഗണത്തിന് രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കൾ രൂപത്തിൽ വരുന്ന ഒന്നാമത്തെ തിന്മയുടെ ശക്തിയാണ് ഈ തീവ്രവാദ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ. ഇതിലൂടെ സഭയെ തകർക്കാൻ, ക്രൈസ്തവ വിശ്വാസം ദുർബലമാക്കാൻ ഒരു കൂട്ടരെ തീവ്രമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഒരു അണ്ടർ കവർ ഏജൻ്റാണ് നിരീശ്വരത്വം, നിരീശ്വരാശയങ്ങൾ, നിരീശ്വര ചിന്തകൾ. ഇന്ന് അനേക യുവജനങ്ങൾ ഇത്തരത്തിൽ നിരീശ്വര ആശയങ്ങളെ പിടിയിലാണ്. ഒരു ഭയങ്കര ബുദ്ധിമാന്മാരാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആവശ്യമില്ല, ദൈവം മരിച്ചു, എന്തിനാണ് ദൈവം? ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സുഖമായി സുന്ദരമായി ജീവിക്കുവാനുള്ള ആ വലിയൊരു ത്വര അനേകം ആയിരക്കണക്കിന് വ്യക്തികൾക്ക് ഈ നാളുകളിൽ വർദ്ധിച്ചു വരികയാണ്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളൊക്കെ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ പലരുടെ വിശ്വാസം ക്ഷയിച്ചു. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ചിട്ടും കോവിഡ് 2ാം തരം ഇങ്ങനെയൊക്കെയല്ല സംഭവിക്കുന്നത്. ദൈവം മരിച്ചു. ദൈവത്തെ വിളിക്കുന്നത് ചുമ്മാ നേരം കളയാനാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ഇല്ല, ഇത് വെറും മിഥ്യാസങ്കല്പമാണ്. ഇങ്ങനെയുള്ള അനേകം തെറ്റിദ്ധാരണകൾ, തെറ്റായ ബോധ്യങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള ചില നിരീശ്വര ഗ്രൂപ്പുകളുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തിന് നേരെയാണ് ഇവരുടെ പലരുടെയും ടാർഗറ്റ്. നമ്മുടെ യുവജനങ്ങളാണ് ഇവരുടെ ഫോക്കസ്. എത്ര യുവജനങ്ങളാണ് ഈ നിരീശ്വരത്തിൻ്റെ പിടിയിൽ, ദൈവനിഷേധത്തിൻ്റെ പിടിയിൽപ്പെട്ട് നശിച്ചു കൊണ്ടിരിക്കുന്നത്. റോമാക്കാർക്ക് ഇത് ലേഖനം 1:21 പക്ഷെ പൗലോസ് പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, എന്താ പൗലോസ് പറയുന്നത്? അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു.
അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ ദൈവമായി അവർ ആരാധിച്ചില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല, അവർ ദൈവത്തെ സ്വന്തമാക്കിയില്ല. പകരം അവരുടെ യുക്തിവിചാരങ്ങളിൽ മുഴുകി അവര് ഓരോരുത്തർ അവർക്ക് ബോധിച്ചതുപോലെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് ഇത്തരത്തിലുള്ള പല പല ഫിലോസഫികൾ, വിശ്വാസം നഷ്ടപ്പെട്ട യുവജനങ്ങൾ, വിശ്വാസം നഷ്ടപ്പെട്ട കുടുംബസ്ഥര്, വിശ്വാസം നഷ്ടപ്പെട്ട പല പല ബഹുമാനപ്പെട്ട വന്യവൈദികർ പോലും വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമർപ്പിതര്. കാരണം പ്രത്യേകമായ ചില പ്രത്യയ ശാസ്ത്രങ്ങൾ, ചില ഫിലോസഫികൾ, ഇതിലൊക്കെ ആകൃഷ്ടരായിട്ട് വിശ്വാസത്തിന് വിലയില്ലാത്ത വിധത്തിൽ എന്തിനായി വിശ്വാസം എന്ന് ചിന്തിക്കുന്ന, യേശു മരിച്ചിട്ടുണ്ടോ, യേശു ഉദ്ധാനം ചെയ്തിട്ടുണ്ടോ, ഈശോ സ്വർഗാരോഹണം ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ ഒരു വ്യാജമായ സങ്കല്പമല്ലേ, ഇതൊക്കെ ശരിയാണോ, ഇതൊരു മിഥ്യാധാരണയല്ലേ എന്നൊക്കെ ചിന്തിച്ച് വിശ്വാസത്തെ നെഗ്ലക്റ്റ് ചെയ്യുന്ന അനേകരുടെ എണ്ണം ഈ നാളുകളിൽ നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ കടിച്ച പൊട്ടാത്ത കുറേ ദൈവശാസ്ത്ര ചിന്തകൾ പങ്കുവയ്ക്കില്ലല്ല, നമ്മുടെ യുവജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നമ്മുടെ വിശ്വാസത്തെ അവതരിപ്പിക്കാൻ നമുക്ക് പറ്റണം. അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വരണം, ഇടവകളിൽ വരണം, നമ്മുടെ രൂപതകളിൽ ഉണ്ടാകണം. നമ്മുടെ മതബോധന പരിശീലനത്തിലൊക്കെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തണം. നമ്മുടെ യുവജനങ്ങൾക്ക്, നമ്മുടെ ടീനേജേഴ്സിനെ നമ്മുടെ വിശ്വാസം എന്താണെന്ന് ലളിതമായി, ആകർഷകമായ രീതിയിൽ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കുവാനും പകർന്നു കൊടുക്കുവാനും നമ്മൾ തയ്യാറായില്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ വിശ്വാസത്തിലുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, ഇത് മറ്റൊരു ശക്തിയാണ്. കർത്താവിൻ്റെ അജഗണത്തിന് രക്തത്തിനായി ദാഹിക്കുന്ന മറ്റൊരു ശക്തിയാണ് ഇത്തരത്തിലുള്ള നിരീശ്വര ആശയങ്ങളും ഇത്തരത്തിലുള്ള ചില ചിന്താഗതികളും. ഇതിനെക്കുറിച്ച് യുവജനങ്ങളുടെ ഇടയിൽ നല്ല ശക്തിയോടെ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്ന സിറാജ് അനേക യുവജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഈശോയെ, സഭയെ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ. സിറാജിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധയോടെ ഒന്ന് കേൾക്കാം. വിശ്വാസികളിടയിൽ മതം വേണ്ട എന്ന് വെക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ഏറെ പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ. യൂറോപ്പിൽ 1 വർഷം കൊണ്ട് 3% ആളുകളാണ് മതം ഉപേക്ഷിച്ചത്. അമേരിക്കയിൽ 8 വർഷത്തിനിടയിൽ 20 ലക്ഷത്തിലധികം ആളുകൾ മതം ഉപേക്ഷിച്ചു. 2011 കണക്ക് പ്രകാരം ഇന്ത്യയിൽ 29 ലക്ഷം നിരീശ്വരവാദികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 10 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇതിനേക്കാൾ 2 ഇരട്ടി എണ്ണം കൂടിയിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ പറയുന്നത്. എന്തുകൊണ്ടാണ് വിശ്വാസികൾക്കിടയിൽ, ഏറെ പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ നിരീശ്വരവാദം കടന്നു കയറുന്നത് എന്ന് ചോദിച്ചാൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, നെഗറ്റീവ് റെപ്രസെന്റേഷൻ. 2, നോ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ സെൻസറിങ് ഗുഡ് റെപ്രസെന്റേഷൻ. കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ ഇന്ത്യക്കകത്തും പുറത്ത് നടന്നിരിക്കുന്ന സെലിബ്രിറ്റീസിന്റെ ഇന്റർവ്യൂകൾ നിങ്ങളൊന്ന് പരിശോധിക്കുക. അതിൽ ചുരുക്കം ചിലതൊഴിച്ച് മറ്റെവിടെയും നമുക്ക് ആ ഒരു സ്റ്റേജ് വരെ അവരെത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്, കൃപ കൊണ്ടാണ് എന്നൊന്നും പറയുന്നത് കേൾക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ആരെങ്കിലും അത്തരത്തിൽ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ സെൻസറിങ് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇതിനൊരു തെളിവ് കഴിഞ്ഞ ഇടയ്ക്ക് യൂട്യൂബ് ചാനലിൽ വന്നൊരു വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഒരു പ്രശസ്ത സ്പോർട്സ് ചാനലിൽ അവിടുത്തെ ഒരു കായിക താരം തന്റെ ദൈവവിശ്വാസം ഏറ്റുപറയണ സമയം ആ വീഡിയോ ക്ലിപ്പ് അവിടെ കട്ട് ചെയ്ത് അവിടെ പരസ്യം തിരികെ കയറ്റുന്ന ഒരു വീഡിയോ ക്ലിപ്പ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അത് തീർച്ചയായും കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള പ്രവണതകൾ യുവജനങ്ങളെ അല്ലെങ്കിൽ വരുന്ന തലമുറയെ നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് തീർച്ചയായും കാരണമാണ്. നെഗറ്റീവ് റെപ്രസെന്റേഷൻ നമുക്ക് തടയാൻ സാധിച്ചില്ലെങ്കിലും നോ റെപ്രസെന്റേഷൻ മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അതിലെന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയ ന്യൂജൻ വിശുദ്ധൻ എന്ന് വിശേഷിപ്പിക്കുന്ന കാർലോ. തന്റെ 15-ാം വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞ ഇദ്ദേഹം ദിവ്യകാരുണ്യം ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ദൈവവിശ്വാസം, സത്യദൈവ വിശ്വാസം പ്രചരിപ്പിക്കാൻ സാധിച്ചാൽ നമുക്ക് വരുന്ന തലമുറയെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാൻ സാധിക്കും. അതോടൊപ്പം ഏറെ പ്രത്യേകിച്ച് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ് യുവജനങ്ങൾക്കുള്ളിലെ സംശയങ്ങൾ അവരുടെ ഭാഷയിൽ ക്ലിയർ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നിരീശ്വരവാദികൾ നിരത്തുന്ന ഓരോ പൊള്ളത്തരങ്ങളും വിശ്വാസ തലത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് ആധികാരികമായി യുവജനങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ
നിരീശ്വരവാദികൾക്കുള്ള മറുപടിയായി അപ്പോളജറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ടോക്കുകളും വീഡിയോകളും റൈറ്റപ്പും ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഇതിലൂടെയെല്ലാം വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ദൈവമക്കളെ തിരിച്ച് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരെ അതിൽ തന്നെ ആഴപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും. വളരെ കൃത്യമായ രീതിയിൽ സിറാജ് അത് സംസാരിക്കുകയായിരുന്നു. നമ്മുടെ യുവജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായ വിധത്തിൽ നമ്മുടെ വിശ്വാസം അവതരിപ്പിച്ച് കൃത്യതയോടുകൂടി നമ്മൾ വിശ്വാസം പകർന്നു കൊടുത്തില്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ തലമുറ പോകുന്നതെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് നല്ല അവബോധം നമുക്കുണ്ടാകണം. ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കുവാനുള്ള തീവ്രമായ പരിശ്രമങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നൊരു തലത്തിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ വളരെ അപകടമായൊരവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത്. മറ്റൊരു കർത്താവിൻ്റെ അജഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന മറ്റൊരു തിന്മയുടെ ശക്തിയാണ് സഭയിൽ നിന്ന് വിട്ടുപോയിട്ട് ചില സെക്റ്റുകൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇന്ന് ഒരുപാട് ഉപദ്രവം സഭയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇവരെ വിശ്വാസികളുടെ ഇടയിൽ, കുടുംബങ്ങളുടെ ഇടയിൽ അനേകം തെറ്റിദ്ധാരണകൾ, ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് വചനത്തെ വളച്ചൊടിച്ച് അവർ സത്യവിശ്വാസത്തെ ദുഷിപ്പിക്കുന്ന കാര്യത്തിൽ കുറച്ചൊക്കെ അവർ വിജയം നേടുന്നുണ്ട്. ചില സെക്റ്റുകൾ, നമ്മൾ ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ളവരാകണം പ്രിയപ്പെട്ടവരെ. സഭയുടെ പ്രബോധനങ്ങൾക്കും സഭയുടെ സത്യവിശ്വാസത്തിനും സഭയുടെ പാരമ്പര്യത്തിനും കർത്താവിന് നിർമ്മലമായ വചനത്തിനും വിരുദ്ധമായിട്ടുള്ള പ്രബോധനങ്ങൾ, പഠന ശൈലികൾ. പടുത്തുകാലത്ത് ഞാൻ കേട്ടതാണ്, ത്രിത്വത്തിൽ 3 പേരല്ല 4 പേരുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് തെറ്റായ ആശയങ്ങൾ. ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഹെബ്രായ പുസ്തകം 13-ാം അധ്യായം 8-ാമത്തെ വചനമാണ്. ഹെബ്രായർ 13:8 എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത്? യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. തുടർന്ന് വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. വിചിത്രവും വിവിധങ്ങളുമായിട്ടുള്ള പല വിധത്തിലുള്ള സഭയ്ക്ക് നിരക്കാത്ത, വചനത്തിന് നിരക്കാത്ത, സഭയുടെ പാരമ്പര്യങ്ങൾക്ക് നിരക്കാത്ത, സഭയുടെ സത്യവിശ്വാസത്തിന് നിരക്കാത്ത വിവിധങ്ങളായിട്ടുള്ള പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഇന്ന് അനേകം കുടുംബങ്ങൾ വഴിതെറ്റിപ്പോയി. ശരിയായ വഴിയിൽ നിന്ന് അവർ അകന്നുപോയി. ഇത് ഒരു തരത്തിലുള്ള ചെന്നായ്ക്കളാണ് പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ സഭയെ തളർത്തുവാൻ, സത്യവിശ്വാസത്തെ ഇല്ലാതാക്കാൻ, കുടുംബങ്ങളെ താറുമാറാക്കാൻ സംഘടിതമായി, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇന്ന് ഇതുപോലെയുള്ള ഗ്രൂപ്പുകളെ കാണാം. അവിടെ ഇന്ന് ഈ ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ അനേകർക്ക് കൊടുക്കാൻ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ഒത്തിരി സഹായമായി. നന്മയുണ്ട്, തിന്മയുണ്ട്. ഇതിൽ എന്തൊക്കെ ആശയങ്ങളാണ് ഇന്ന് ഇതിലൂടെയല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 100 ഉപദേശങ്ങളെ പുറകെ നമ്മൾ പരക്കം പായരുത് പ്രിയപ്പെട്ടവരെ. ഏത് ഉപദേശം കേട്ടാലും കർത്താവിൻ്റെ വചനവുമായി, സഭയുടെ പ്രബോധനവുമായി, സഭയുടെ വിശ്വാസ സത്യങ്ങളുമായി, സഭയുടെ പാരമ്പര്യങ്ങളുമായി അത് ചേർന്ന് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള ദൈവീക ജ്ഞാനം ഈ കാലഘട്ടത്തിലെ സഭാമക്കൾക്കുണ്ടാകണം. ഇല്ലെങ്കിൽ കർത്താവിൻ്റെ അജഗണത്തെ ചെന്നായി പിടിച്ചു കൊണ്ടുപോകും. ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയ പല വ്യക്തികളും കുടുംബങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് വചനം പറയുന്നത്. അപ്പോസ്തല പ്രവർത്തനം 20:30 20-ാം അധ്യായം 30-ാമത്തെ വചനത്തിൽ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ സത്യത്തെ വളച്ചൊടിച്ച്, കർത്താവിന്റെ വചനത്തെ വളച്ചൊടിച്ച് സ്വാർത്ഥപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, ആ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി, പണത്തിനു വേണ്ടി, മറ്റു പല സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വചനത്തെ വളച്ചൊടിച്ച് അവർ കർത്താവിൻ്റെ അജഗണത്തെ നശിപ്പിക്കും. കർത്താവിൻ്റെ വചനത്തെ കർത്താവിൻ്റെ അജഗണത്തെ അവരിലേക്ക് ആകർഷിക്കും. ഇങ്ങനെ സഭ വിട്ടുപോയി എത്ര പേര് ഈ നാളുകളിലുണ്ട്. കർത്താവിൻ്റെ സഭയിൽ നിന്ന് അകന്നുപോയവര് ഒരുപാട് അവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മളിതിൽ ശ്രദ്ധയുള്ളവരാകണം. അതിൽ നമ്മൾ വളരെ കൃത്യതയുള്ളവരാകണം. പരിശുദ്ധാത്മ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ഇതും ഒരു അണ്ടർ കവർ ഏജൻസ് ആണ്. ഇവർ പല വീടുകളിലേക്ക് നുഴഞ്ഞു കയറി അവിടെ ആശയം പ്രചരിപ്പിക്കുന്നു. അങ്ങനെ പല വിധത്തിൽ ഈ ആശയങ്ങളെല്ലാം ഇന്ന് ഒരുപാട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ അനുഭവങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. എത്ര വ്യക്തികൾ ഇതുപോലെ കരയുന്നത്,
തീത്തോസിന് എഴുതിയ ലേഖനം വിശുദ്ധ പൗലോസ് 1-ാം അധ്യായം 11-ാമത്തെ വചനം. ആ വചനം നിങ്ങൾ ഹൃദയം തുറന്ന വചനം സ്ക്രീനിലോട്ട് നോക്കി വായിക്കണം. അവരെ നിശബ്ദരാക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള വ്യാജ പ്രവാചകരെ, വ്യാജ പ്രബോധകരെ നിശബ്ദരാക്കേണ്ടിയിരിക്കുന്നു. കാരണം നീചമായ ലാഭത്തെ ഉന്നം വെച്ചുകൊണ്ട് പഠിപ്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങള്, ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങള്, സഭയുടെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങള്, സഭയുടെ വിശ്വാസ സത്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങള്, പഠിപ്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് മുഖേന കുടുംബങ്ങളെ അവർ ഒന്നാകെ തകിടം മറിക്കുന്നു. എത്ര കുടുംബങ്ങളാ തകിടം മറിക്കുന്നത്? ഭർത്താവ് കുടുംബം വിട്ടുപോയി, വിശ്വാസത്തിന് പേരും പറഞ്ഞ്, ഭാര്യ ഭർത്താവിനെ മക്കളെയും വിട്ട് വിശ്വാസത്തിന് പേര് പറഞ്ഞു പോയി. എത്ര കുടുംബങ്ങൾ താറുമാറായി. എത്രയോ വ്യക്തികളിൽ ഇതുമൂലം വേദനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചില സെക്റ്റുകള് അത് ആട്ടിൻ തോലടിഞ്ഞ ചെന്നായ്ക്കളാണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനുണ്ടാകണം. 4-ാമത്തെ ഒരു തിന്മയുടെ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അജഗണത്തിൻ്റെ നാശം ആഗ്രഹിക്കുന്ന 4-ാമത്തെ ഒരു തിന്മയുടെ ശക്തിയാണ് സഭയ്ക്കുള്ളിൽ തന്നെ സഭയെ ദ്രോഹിക്കുന്ന, സഭയെ മുറിപ്പെടുത്തുന്ന, സഭയെ ഒറ്റുകൊടുക്കുന്ന, സഭയെ ദുഷിക്കുന്ന സഭാവിരുദ്ധരായിട്ടുള്ള വ്യക്തികൾ. അവർ സഭാവസ്ത്രമൊക്കെ ധരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ടെലിവിഷൻ ചാനലുകളിൽ ഡിബേറ്റിനും സംവാദങ്ങളൊക്കെ ഇരിക്കുന്നത്. പല യുവജനങ്ങളും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇവർ യഥാർത്ഥത്തിലുള്ളവരാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു തരത്തിൽ അതാണ് അണ്ടർ കവർ ഏജന്റ് എന്ന് പറയുന്നത്. യഥാർത്ഥ സംഗതിയെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നമ്മൾ ശ്രദ്ധിക്കണം. അനേകർക്ക് തെറ്റിദ്ധാരണ കൊടുക്കാൻ, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഇന്ന് പലരും സഭാവസ്ത്രം ധരിച്ചുകൊണ്ട് പല ഡിബേറ്റുകളിലും സംവാദങ്ങളും വന്നിരിക്കുമ്പോൾ നമ്മുടെ ജനങ്ങൾ, പലപ്പോഴും യുവജനങ്ങളാണ് വഴിതെറ്റിപ്പോയി. ഇവർ പറയുന്നത് സത്യമല്ലേ, ഇവർ സഭയുടെ ഒഫീഷ്യൽ വ്യക്തികളല്ലേ, ഇവർ ശരിക്കുള്ള വാക്താക്കളല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരതങ്ങ് വിശ്വസിക്കുകയാണ്. പല യുവജനങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർ പറഞ്ഞത് ശരിയല്ലേ. അപ്പോൾ അവരുടെ ധാരണ അവർ സഭയോട് ചേർന്ന് പോകുന്നവരാണെന്ന്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോഴാണ് പലർക്കും പിടികിട്ടുന്നത്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, വ്യക്തമായി ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സഭാവിരുദ്ധരായിട്ടുള്ളവരുടെ പ്രവർത്തന ശൈലികൾ നമുക്കതൊക്കെ നല്ലതുപോലെ കുറേ പേർക്കൊക്കെ അറിയാം. അറിവില്ലാത്തവരത് വളരെ ശ്രദ്ധിക്കണം. ഇതുപോലെ സഭയെ തകർക്കുവാൻ, ദുഷിക്കുവാനുള്ള ഒത്തിരി നീക്കങ്ങളും പരിശ്രമങ്ങൾ ഈ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ പല മാധ്യമങ്ങളിലൂടെയൊക്കെ അത് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു തിന്മയുടെ ശക്തി പോലെ പ്രവർത്തിക്കുന്നതാണ് ചില മീഡിയകൾ, ചില മുഖ്യധാര മാധ്യമങ്ങൾ, ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ. നമുക്ക് സത്യത്തെ അസത്യമായും, അസത്യത്തെ സത്യമായും, അന്ധകാരത്തെ പ്രകാശമായും, പ്രകാശത്തെ അന്ധകാരമായും, നന്മയെ തിന്മയായും, തിന്മയെ നന്മയായും വ്യാഖ്യാനിക്കുന്ന അനേക മാധ്യമങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. നമുക്കറിയാം സോഷ്യൽ മീഡിയ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മളിന്ന് കാണുന്നതും കേൾക്കുന്നതും. നേരെ ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ഇങ്ങനെ അടിച്ച് വിടുകയാണ്. ഒരു സത്യം അതിലില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ റൈറ്റിങ്ങിന് വേണ്ടി, വ്യൂഷിപ്പിന് വേണ്ടി, പണത്തിന് വേണ്ടി, സ്വാധീനത്തിന് വേണ്ടി, സൊസൈറ്റിയുടെ കയ്യടിക്ക് വേണ്ടി എന്തു ചെയ്യാനും എന്തു പറയാനും മടിയില്ലാത്ത ചില മാധ്യമ ഗ്രൂപ്പുകൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് വിചാരിച്ച് നമ്മൾ അതിൻ്റെ പുറകെ പോകരുത്. നമ്മുടെ മനസാക്ഷി ദുഷിച്ചു പോകരുത്. പലപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളിൽ 1% പോലും സത്യമില്ല പ്രിയപ്പെട്ടവരെ. അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി, നിജസ്ഥിതി മനസ്സിലാക്കി അത് ഗ്രഹിക്കുവാനും തന്മയത്വത്തോടു കൂടി തിരിച്ചറിയുവാനുമുള്ള ഒരു സാമാന്യ ബോധം, ദൈവിക ജ്ഞാനം ഈ കാലഘട്ടത്തിലെ സഭാ മക്കൾക്കുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. സഭ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവേ, അങ്ങയുടെ അജഗണത്തിൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ചെന്നായ്ക്കളിൽ നിന്ന് ഞങ്ങളെ ഉപദ്രവിക്കാതെ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായി അങ്ങ് വരണമേ. എത്ര ശക്തമായ പ്രാർത്ഥനയാണ്. നമ്മുടെ കുടുംബങ്ങൾ ഈ പ്രാർത്ഥന ചെല്ലണം. നമ്മൾ ഓരോരുത്തരും ഈ പ്രാർത്ഥന കർത്താവിനോട് ഏറ്റുപറയണം. സഭയുടെ കാവൽക്കാരനായി, ഈ ആട്ടിൻ പറ്റത്തിൻ്റെ ആ തൊഴുത്തിൻ്റെ മുറ്റത്ത് ഉറങ്ങാതെ നിൽക്കുന്ന കാവൽക്കാരനായി
കർത്താവ് നമ്മുടെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ഉത്തരവാദിത്വം ഈശോ നമുക്ക് ഓരോരുത്തർക്കുമാണ് നൽകുന്നത്. ഒരു നിമിഷം ഒന്ന് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മളൊന്ന് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഈ തിന്മയുടെ ശക്തികളിൽ നിന്നൊക്കെ സഭ സംരക്ഷിക്കപ്പെടുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ ദമ്പതിമാർ, നമ്മുടെ സമർപ്പിതരെ, ബഹുമാനപ്പെട്ട വന്യവൈദികരെല്ലാം കർത്താവിനാൽ സംരക്ഷിക്കപ്പെടുവാൻ, കർത്താവിനാൽ പൊതിയപ്പെടുവാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഒരു നിമിഷം ഒന്ന് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവകൃപ ഒഴുകി ഇറങ്ങട്ടെ, പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. തീവ്രവാദ ശക്തികൾ, നിരീശ്വര ആശയങ്ങൾ, ചില സെറ്റുകൾ, തെറ്റായിട്ടുള്ള ചിന്താഗതികൾ, സഭ വിരുദ്ധരുടെ പ്രവർത്തന രീതികള്, മാധ്യമങ്ങൾ നൽകുന്ന തെറ്റായിട്ടുള്ള അറിവുകള്, ഇതെല്ലാം കർത്താവിന്റെ നാമത്താൽ നിർവീര്യമാകുവാൻ, കർത്താവിന്റെ ശക്തിയാൽ നീക്കപ്പെടുവാൻ, കർത്താവിന്റെ അഭിഷേകത്തിലെല്ലാം വ്യാപരിക്കുവാൻ നമ്മൾ കരമുയർത്തുച്ചതിന് വിളിക്കുന്നു. ഈശോയേ, ഈശോ 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 കർത്താവേ, കരുണ കാണിക്കണമേ, കർത്താവേ, കൃപ ചൊരിയണമേ, അഭിഷേകം നൽകണമേ, സാന്നിധ്യം നൽകണമേ, ശക്തി നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. ഈശോ 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 ഈ തിന്മയുടെ ശക്തികളിൽ നിന്ന് കർത്താവേ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ, കുടുംബങ്ങളെ, സമർപ്പിത സമൂഹങ്ങളെ, വന്യവൈദികരെ കർത്താവേ സംരക്ഷിക്കണമേ. ഈശോ 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 ഈശോ. സ്തുതിക്കുന്നു 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 കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ ശ്രദ്ധിക്കുക. കർത്താവിൻ്റെ അജഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കളെക്കുറിച്ച് നമ്മൾ അല്പം കാണുകയായിരുന്നു. നമ്മളിതിൽ നല്ല അവബോധമുള്ളവരാകണം, അറിവുള്ളവരാകണം. അത് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു തരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അജഗണത്തെ കാക്കുന്നവരായി നമ്മൾ മാറണം. ഇത് സഭയിലെ ഓരോ വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ദൗത്യമാണത്. യുവജനങ്ങളും കുടുംബസ്ഥരും വന്യ വൈദികരും ബഹുമാനപ്പെട്ട സമർപ്പിതരും പിതാക്കന്മാരെല്ലാം ഒരുമിച്ച്, സഭ ദൈവത്തിൻ്റെ ജനമാണ്. ദൈവജനം മുഴുവനെയും കൂട്ടുത്തരവാദിത്തമാണ് നമ്മുടെ വിശ്വാസം കാക്കുക എന്നുള്ളത്, സഭയെ കാക്കുക എന്നുള്ളത്, കർത്താവിൻ്റെ അജഗണത്തെ കാക്കുക എന്നുള്ളത്. ജോഷ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ജോഷ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. നമുക്ക് ആ വചനം ശ്രദ്ധിക്കാം. നമ്മുടെ ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരത്. എന്താണ് വചനം പറയുന്നത്? കാനാന്യരും അവിടെയുള്ള മറ്റുള്ളവരും ഇത് കേൾക്കും. അവർ ഞങ്ങളെ വളയുകയും ഞങ്ങളുടെ നാമം ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ നാമത്തിന്റെ മഹത്വം കാക്കാൻ എന്തു ചെയ്യും? ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ ആ പരാജയത്തിന്റെ വേദനയിൽ ഹൃദയ തകർച്ചയോടെ പ്രവാചകനായ ജോഷുവ കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, അങ്ങയുടെ നാമത്തിന് മഹത്വം കാക്കാൻ ഞാൻ എന്തു ചെയ്യും? ഇന്ന് ഞാനും നിങ്ങളും കർത്താവിനോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. സഭ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, തൊഴുത്തിൻ മുറ്റത്ത് ഉറങ്ങാതെ നിൽക്കുന്ന കാവൽക്കാരനായി അങ്ങ് വരണമേ എന്ന്. ഈ സമയം കർത്താവ് നമ്മോട് പറയുന്നത് എന്താ? ഞാനും നിങ്ങളും കാവൽക്കാരനും കാവൽക്കാരിയുമാകണം. കർത്താവിൻ്റെ സഭയുടെ, കർത്താവ് നമ്മൾ ഏൽപ്പിച്ച വിശ്വാസത്തിൻ്റെ, നമ്മുടെ യുവജനങ്ങളുടെ, നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ സഭാ സമൂഹങ്ങളുടെ കാവൽക്കാരായി മാറുവാനുള്ള ദൗത്യമാണ് ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യ നിർവഹണത്തിൽ കർത്താവിന് എന്താ നമ്മോട് പറയുവാനുള്ളത്? നമ്മുടെ വിശ്വാസത്തെ കാക്കുന്നവരായി, സഭയെ കാക്കുന്നവരായി നമ്മൾ മാറുവാൻ കർത്താവിന് ഒന്നാമതായി എന്താ നമ്മോട് പറയുവാനുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ്. സ്റ്റാൻഡ് ടുഗദർ. നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഈ കൺവെൻഷന്റെ ആദ്യ ദിനത്തിൽ ബഹുമാനപ്പെട്ട സേവ്യർക്ക് മഠായിലച്ചൻ പറഞ്ഞു, വിശാല അടിസ്ഥാനത്തിൽ ക്രൈസ്തവ സഭാ സമൂഹങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ട സമയമായി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ശുശ്രൂഷകളിൽ വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും, ആരാധനക്രമത്തിൽ ചില വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും,
ദൈവശാസ്ത്ര വീക്ഷണങ്ങളിൽ ചില വ്യത്യസ്തതകളും നമുക്ക് പല വിധത്തിലുള്ള അഭിപ്രായങ്ങളെല്ലാം ഉണ്ടെങ്കിലും എല്ലാ ക്രൈസ്തവ സഭാ സമൂഹങ്ങളുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ സഭാ സമൂഹങ്ങളെല്ലാം ഈ നാളുകളിൽ ഒന്നിച്ചു നിൽക്കണമെന്ന് കർത്താവ് നമ്മോടൊക്കെ ആവശ്യപ്പെടുകയാണ്. നമ്മൾ ഒന്നിച്ചു നിന്നാൽ എത്ര വലിയ ശത്രുവിനെയും കീഴ്പ്പെടുത്താൻ പറ്റും. സഭയുടെ മുൻപിലുള്ള എത്ര വലിയ പ്രതിസന്ധി ആവട്ടെ, പ്രശ്നങ്ങളാവട്ടെ, വെല്ലുവിളികളാകട്ടെ, നമ്മൾ ഒന്നിച്ചു നിന്നാൽ ഈ വെല്ലുവിളികളെ, ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് ശക്തിയോടെ സഭയ്ക്ക് മുന്നേറാൻ കഴിയും. എത്രയെത്രയോ സംഭവങ്ങൾ സഭാ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഒന്നിച്ചു നിൽക്കണം. അത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. തൻ്റെ പൗരോഹിത്യ പ്രാർത്ഥന ഈശോ പ്രാർത്ഥിച്ച് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 22-ാം വചനത്തിൽ എന്താണ് ഈശോ പ്രാർത്ഥിച്ചത്? ഈശോയുടെ പ്രാർത്ഥന എന്തായിരുന്നു? നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന്. കർത്താവ് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്ക് 2000 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ ഉത്തരം കൊടുത്തിട്ടില്ല. അവരും ഒന്നായിരിക്കേണ്ടതിന്. സ്റ്റാൻഡ് ടുഗദർ. നമ്മൾ ഒന്നിച്ചു നിൽക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം. അഭിപ്രായ വ്യത്യാസങ്ങളും നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് ചില തർക്കങ്ങളും ചില ആശയപരമായിട്ടുള്ള ഇതൊക്കെ കളഞ്ഞ് നമ്മുടെ ഭിന്നിപ്പുകൾ, നമ്മുടെ അനൈക്യതകൾ, നമ്മുടെ ഇടയിൽ വരുന്ന ചില ആശയക്കുഴപ്പങ്ങൾ ഇതൊക്കെ വിട്ടുകളഞ്ഞ് നമ്മൾ ഒന്നിച്ച് ഒരേ ആത്മാവോടെ ഒരു മനസ്സോടെ നമ്മൾ ഒന്നിച്ച് നിന്നാൽ പരിശുദ്ധാത്മാവിനെ അത്ഭുതങ്ങൾ ഈ നാളുകളിൽ ചെയ്യാനായിട്ട് കഴിയും. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 34-35 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ എന്താ ഈശോ പറയുന്നത്? ജെറുസലേം കർത്താവിന്റെ സഭയാണ്. പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, നീ ശ്രദ്ധിക്കണം. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്തു നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല. പ്രിയപ്പെട്ടവർ, ഇന്ന് സഭയിലുള്ള ചില അനൈക്യങ്ങള്, ചില ഭിന്നതകള്, സഭാ തർക്കങ്ങള്, സഭയിലുള്ള മറ്റു പല ഇഷ്യൂസുകള്, ഇതിനെപ്പറ്റി കർത്താവ് വേദനിക്കുന്നുണ്ട്. ഇത് ലോകത്തിന് മുൻപിൽ എതിർസാക്ഷ്യമാണ്, നമുക്കറിയാം. കർത്താവ് പറയും, ഞങ്ങൾ എത്രയോ പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചു നിങ്ങൾ ഒന്നിച്ചു നിർത്തുവാൻ, എന്നാൽ നിങ്ങൾ സമ്മതിച്ചില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അത് സഭാ മക്കളെ സഭയിൽ നിന്ന് അകറ്റിക്കളയാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. നമ്മുടെ വിശ്വാസം ദൂഷിക്കപ്പെടുവാൻ, മറ്റ് മതസ്ഥര്, മറ്റ് സമൂഹങ്ങൾ സഭയെ അവഹേളിക്കുവാൻ, സഭയ്ക്കെതിരെ അപമാനങ്ങൾ പരത്തുവാനൊക്കെ ഇത് മുഖാന്തിരമാവുകയാണ്. നമുക്കൊക്കെ അതറിയാം. അതുകൊണ്ട് കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന എന്താണ്? നമ്മൾ ഒന്നിച്ച് നിൽക്കണം, ഒരുമിച്ച് നിൽക്കണം. ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി. നമുക്കറിയാം, പൗലോസ്ലീഹ വചനം പ്രസംഗിച്ച ഗലാത്തിയ, എഫെസസ്, കൊളോസ സഭ ഇതൊക്കെ ശക്തമായ സഭകളായിരുന്നു. എന്നാൽ ഇന്ന് സഭയില്ല. ഇതൊക്കെ തുർക്കിയിലാണ്. ആ സഭകളിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾ, അനൈക്യങ്ങൾ, സ്വരച്ചേർച്ചയില്ലായ്മകൾ, അന്ധചിത്രങ്ങൾ, ഇതുമൂലം ആ നാളുകളിൽ ആ സഭയെല്ലാം തകർക്കപ്പെട്ടു. അവിടെയെല്ലാം ചില അധിനിവേശനങ്ങളുണ്ടായി. ഇന്ന് തുർക്കി നമുക്കറിയാം ഇന്ന് ആരുടെ കയ്യിലാണെന്ന്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കേരള സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സമുദായത്തിനൊക്കെ നാളുകൾ കഴിയുമ്പോൾ ഈ അവസ്ഥ ചിലപ്പോൾ സംഭവിക്കാം. നമ്മളത് ഒരു ഓർമ്മപ്പെടുത്തലായി കർത്താവ് തരികയാണ്. ഒന്നിച്ചു നിൽക്കണം. ഞാൻ കുറച്ച് നാൾ മുമ്പ് കണ്ടൊരു വീഡിയോ ഇതിനോട് ബന്ധപ്പെട്ട്, അതിൽ ഒരു ശക്തനായൊരു പുലി, ആ പുലി ഏതാനും ചില നായ്ക്കൾ ചേർന്ന് അവരെ ആക്രമിക്കുമ്പോൾ ആ പുലി അവസാനം കീഴ്പ്പെട്ട് അത് ചത്തുപോവുകയാണ്. പുലിയുടെ മുൻപിൽ നായ്ക്ക് വല്ല പവറുണ്ടോ? നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒന്നിച്ചു നിന്നാൽ ശത്രു എത്ര വലിയവനാണെങ്കിലും അതിന് കീഴ്പ്പെടുത്താൻ പറ്റും. നിങ്ങൾ ശ്രദ്ധയോടെ ആ വീഡിയോ ഒന്ന് നോക്കിക്കേ. നായയുടെ കടിയേറ്റ് ആ പുലി കണ്ടു വട്ടം കറങ്ങാണ്.
പുലിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പുലി ശക്തനായി മൃഗം, പക്ഷെ ഒന്നും സാധിക്കുന്നില്ല. നായ്ക്കളെ ഒരുമിച്ച് നിന്ന് അറ്റാക്ക് ചെയ്യാണ്. ഇതിൽ നല്ലൊരു മെസ്സേജ് കിടപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഒന്നിച്ച് നിന്നാൽ അവസാനം എന്താ സംഭവിക്കുന്നത്? ആ പുലി ചത്തുപോവാണ്. നമ്മൾ ഒന്നിച്ച് നിന്നാൽ ആർക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. നമ്മൾ ഒന്നിച്ച് നിന്നാൽ രാഷ്ട്രീയ മണ്ഡലത്തിലും സാമൂഹ്യ മണ്ഡലത്തിലൊക്കെ നമുക്ക് പലതും നേടിയെടുക്കാൻ പറ്റും, നമുക്ക് പലതും സ്വന്തമാക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സ്റ്റാൻഡ് ടുഗെദർ. ബഹുമാനപ്പെട്ട വട്ടാലിച്ചൻ പറഞ്ഞതുപോലെ വിശാല അടിസ്ഥാനത്തിൽ ക്രൈസ്തവ സഭാ സമൂഹങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കുക. പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ സഭയിലൂടെ ലോകത്തിൽ പ്രവർത്തിക്കും. അവസാനമായി നമ്മൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. ജോഷ ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ എന്തു ചെയ്യണം അങ്ങയുടെ മഹത്വം കാക്കാൻ? അതിനുള്ള മറുപടി ഇതാണ്: കർത്താവിൻ്റെ സഭയെ കാക്കാൻ, സത്യവിശ്വാസത്തിന് കാവലാളുകളാകാൻ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദൈവം നൽകുന്ന മറ്റൊരു ആലോചനയാണ് വിശുദ്ധിയും വേർപാടും നമ്മൾ സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ വേർപാട് നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ, വിശുദ്ധി നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മുടെ ശക്തി ക്ഷയിക്കുകയാണ്. പിന്നെ ശത്രുവിനെ അടിക്കുവാൻ, തകർക്കുവാൻ വളരെ എളുപ്പമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ പരാജയത്തിന് കാരണം അറിയാൻ വേണ്ടി ജോഷ പ്രവാചകൻ കർത്താവിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, എന്തുകൊണ്ട് സഭ പരാജയപ്പെട്ടു? എന്തുകൊണ്ട് ദൈവജനം പരാജയപ്പെട്ടു? പരാജയത്തിന് കാരണം പറയാണ്. നമ്മളിന്ന് ശ്രദ്ധിക്കണം. ഇന്ന് പലപ്പോഴും നമ്മുടെ വിശ്വാസം ക്ഷയിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ ശുഷ്കിച്ചു വരുന്നുണ്ടെങ്കിൽ, ജനസംഖ്യ നമ്മളിങ്ങനെ താഴോട്ട് പോരുന്നുവെങ്കിൽ, ദൈവവിളികൾ കുറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിൽ ശുഷ്കത നേരിടുന്നുണ്ടെങ്കിൽ, നമ്മൾ കർത്താവിന് നിർമ്മലമായ വചനത്തിന് മുൻപിലിരുന്ന് ആത്മശോധന ചെയ്യണം. കർത്താവ് പറയുന്നത് പോലെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്? കർത്താവിനെ അനുസരിച്ചുകൊണ്ടാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്? കർത്താവിനെ കേൾക്കുന്ന കാര്യത്തിൽ, കർത്താവിനെ ആശ്രയിക്കുന്ന കാര്യത്തിൽ നമുക്ക് എന്തുമാത്രം തീഷ്ണതയുണ്ട്? നമ്മൾ ആത്മശോധന ചെയ്യണം. ചങ്ക് പൊട്ടി പ്രവാചകനെ ജോഷ ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? ജോഷയുടെ പുസ്തകം 7-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ കർത്താവ് പറഞ്ഞു, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, എൻ്റെ കൽപ്പന അവർ ലംഘിച്ചു, നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി. ഇനി 12-ാമത്തെ വചനം നോക്കി. 12-ാമത്തെ വചനം, അവിടെ എന്താ കർത്താവ് പറഞ്ഞത്? അതിനാൽ ഇസ്രായേൽ ജനത്തിനെ ശത്രുക്കളെ ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നില്ല, അവരുടെ മുൻപിൽ തോറ്റു പിന്മാറുന്നു. എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു. ശത്രുക്കളുടെ മുൻപിൽ കർത്താവിന്റെ ജനത്തിനെ ചെറുത്തു നിൽക്കാൻ പറ്റുന്നില്ല. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഇന്ന് പല സ്ഥലങ്ങളിലും പല സമയത്തും സഭയ്ക്കെതിരെ വരുന്ന പല വിഷയങ്ങളുടെ മുൻപിൽ പലപ്പോഴും സഭയ്ക്ക് ചെറുത്തു നിൽക്കാൻ പറ്റുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പറയുകയാണ്, വിശുദ്ധിയും വേർപാടും നമ്മൾ സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ വചനത്തിന് വില കൊടുത്ത് അനുസരിക്കണം നമ്മൾ. സഭയുടെ ഉടമസ്ഥനും സഭയുടെ മണവാളനും ഈശോ മിശിഹായാണ്. ഈശോയെ ആശ്രയിച്ചുകൊണ്ട്, ഈശോയുടെ സ്വരം കേട്ടുകൊണ്ട് സഭ മക്കൾ മുന്നോട്ട് പോയാൽ ഒരു ശക്തിക്കും, ഒരു തീവ്രവാദത്തിനും, ഒരു നിരീശ്വരത്വത്തിനും, ഒരു സെക്റ്റുകൾക്കും, ഒരു മാധ്യമങ്ങൾക്കും സഭയെ തകർക്കുവാനോ നശിപ്പിക്കുവാനോ സഭയുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുവാനോ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. യൂദ്യത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായം 10-ാമത്തെ വചനം, നമുക്ക് പെട്ടെന്ന് 1-2 വചനം കൂടി കണ്ട് ഈ സെഷൻ കർത്താവിന് സമർപ്പിക്കാം. യൂദ്യത്തിൻ്റെ പുസ്തകം 11-10 എന്താണ് ദൈവത്തിന് ആത്മ പറയുന്നത്? അതിനാൽ എൻ്റെ യജമാനനും നാഥനുമായി നീ അവൻ പറഞ്ഞത് അവഗണിക്കുകയും വിസ്മരിക്കുകയും അരുത്, അത് സത്യമാണ്. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്താലല്ലാതെ ഞങ്ങളുടെ ജനത്തെ ശിക്ഷിക്കാനോ വാണിനിരയാക്കാനോ ആർക്കും സാധിക്കുകയില്ല. ദൈവത്തിനെതിരായി പാപം ചെയ്യാത്തിടത്തോളം കാലം ദൈവജനത്തെ, കർത്താവിൻ്റെ സഭയെ തകർക്കുവാനോ നശിപ്പിക്കുവാനോ തളർക്കുവാനോ ആർക്കും സാധിക്കുകയില്ല എന്ന് ദൈവത്തിന് തിരുവെഴുത്ത് പറയാണ്. അതുകൊണ്ട് നമ്മളിന്ന് തളരുന്നുണ്ടെങ്കിൽ, നമ്മളിന്ന് ദുർബലമാകുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇടയിലുള്ള ദൈവ സാന്നിധ്യം മങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, ചിന്തിക്കണം. നമ്മൾ അനുസരണക്കേട് കാണിക്കുന്നുണ്ടോ? വിശുദ്ധിയും വേർപാടും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? വിശുദ്ധിയുടെ മതിലെ പൊളിഞ്ഞു കിടപ്പുണ്ടോ? വേർപാടിന്റെ വേലി പൊളിഞ്ഞു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ കോട്ടങ്ങൾ നികത്തി അത് വീണ്ടും റീബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ.
ദൈവം അനുഗ്രഹിച്ചവരെ നശിപ്പിക്കാനോ തകർക്കാനോ പരാജയപ്പെടുത്തുവാനോ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. സംഖ്യ 22:12 പറയാണ്, ദൈവം അനുഗ്രഹിച്ചവരെ ശപിക്കാൻ, ദൈവം അനുഗ്രഹിച്ചവരെ ഇല്ലാതാക്കാൻ, ദൈവം അനുഗ്രഹിച്ചവരെ തകർത്ത് കളയാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. കർത്താവിൻ്റെ സഭയെ തകർക്കാൻ, കർത്താവിൻ്റെ സഭയെ തളർത്താൻ ആർക്കും സാധിക്കില്ല. കാരണം സഭ കർത്താവിൻ്റെതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ സഭാ മക്കൾ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കണം. വചനമനുസരിച്ച് ജീവിക്കാൻ വില കൊടുക്കണം. അതിനോട് നമ്മൾ കമ്മിറ്റഡ് ആകണം. അത് ഈശോയ്ക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സംഖ്യായുടെ പുസ്തകം 23-ാം അധ്യായം 23-ാമത്തെ വചനം 23-23 എന്താ ദൈവത്തിന്റെ ആത്മാ പറയുന്നത്? യാക്കോബിനെ ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. ദൈവം പ്രവർത്തിച്ചത് കാണുവിൻ എന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത്. ദൈവത്തിന്റെ ജനത്തിന് ആഭിചാരം ഏൽക്കില്ല, ക്ഷുദ്രവിദ്യ ഏൽക്കില്ല. എന്താ കാര്യം? സംഖ്യ 23-21 നമുക്ക് ശ്രദ്ധിക്കാം. 23-21 എന്താ പരിശുദ്ധാത്മ പറയുന്നത്? യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല, ഇസ്രായേൽ ദുഷ്ടത ദർശിച്ചില്ല. അവരുടെ ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട്, അവരുടെ ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട്. സഭയുടെ മധ്യേ കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യമുണ്ട്. സഭയെ നയിക്കുന്നത് കർത്താവാണ്. സഭയിൽ കർത്താവിന്റെ സാന്നിധ്യത്തിന് ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ശക്തി ക്ഷയിച്ചാൽ നമ്മൾ തളരും, നമ്മൾ ദുർബലമാകും, നമ്മുടെ ശക്തി ക്ഷയിച്ചു പോകും. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട്, കർത്താവിന് ലിസൺ ചെയ്തുകൊണ്ട്, കർത്താവ് പറയുന്ന വഴിയിലൂടെ സഭാമക്കൾ മുന്നോട്ട് പോയാൽ ഒരു തിന്മയ്ക്കും, ഒരു ശക്തിക്കും, ഒരു അന്ധകാരത്തിനും, ഒരു ഇരുട്ടിൻ്റെ വ്യാപാരത്തിനും സഭാമക്കളെ തകർക്കുവാനോ, നമ്മുടെ കുടുംബങ്ങളെ താറുമാറാക്കാനോ, നമ്മുടെ യുവജനങ്ങളെ ശിഥിലീകരിക്കാനോ, നമ്മുടെ വന്യവൈദികരെ സമർപ്പിതരുടെ സമർപ്പണത്തെ കെടുത്തിക്കളയുവാനോ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, വില കൊടുത്ത് വിശുദ്ധിയും വേർപാടും നമ്മൾ സൂക്ഷിക്കണം. ലോകത്തിൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ നിന്ന് നമ്മൾ പിന്മാറിക്കൊണ്ട് കർത്താവിനെ മുഴു ഹൃദയത്തോടെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറായാൽ ഈ നാളുകളിൽ ശക്തിയോടെ കർത്താവ് തൻ്റെ ജനത്തെ വളർത്തും, പരിപാലിക്കും. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി. കർത്താവിൻ്റെ അജഗണത്തിന് രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുവാൻ തൊഴുത്തിൻ മുറ്റത്തുറങ്ങാതെ നിൽക്കുന്ന കാവൽക്കാരനായി നമുക്ക് കർത്താവിനെ വിളിക്കാം. നമ്മൾ കർത്താവിനോട് ഇത് പറയുമ്പോൾ കർത്താവ് ഇന്ന് നമ്മോട് പറയുകയാണ്, ഈ തൊഴുത്തിൻ മുറ്റത്ത് എൻ്റെ അജഗണത്തിൻ്റെ കാവൽക്കാരനായി, കാവൽക്കാരിയായി മാറുവാൻ നിനക്ക് കഴിയുമോ? നമ്മൾ ഉത്തരം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, സഭയെ സ്നേഹിച്ചുകൊണ്ട്, നമ്മുടെ സമുദായത്തെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ നമുക്കൊരു 10 മിനിറ്റ് ആരാധനയാണ്. നമുക്ക് ഈ ആരാധന ശുശ്രൂഷ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ അജഗണത്തെ, അങ്ങയുടെ സഭയെ അങ്ങ് സംരക്ഷിക്കണമേ, അവിടുത്തെ യുവജനങ്ങൾ അങ്ങ് സൂക്ഷിക്കണമേ, കുടുംബങ്ങളെ സംരക്ഷിക്കണമേ. നമുക്ക് വലിയ തീഷ്ണതയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ദാഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. We worship Lord. Hallelujah. ആരാധനയിൽ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. അഭിഷേകത്തെ തരുന്നവനെ ഈശോയേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധനയിൽ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. അഭിഷേകത്തെ തരുന്നവനെ ഈശോയേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. നമ്മളൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ.
ഈശോയേ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ഈശോ ഹല്ലേലൂയ കൃപ തരണമേ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഇരു കരങ്ങളും ഉയർത്തി സഭയുടെ രാജാവും മണവാളനുമായ ഈശോയുടെ സന്നിധിയിലെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകന ജോഷ പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങയുടെ നാമത്തിന് മഹത്വം കാക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം? നമ്മൾ ഈ സമയം നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സഭയെ കാക്കുവാൻ, വിശ്വാസത്തെ കാക്കുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങളെ കാക്കുവാൻ, ഞങ്ങളുടെ യുവജനങ്ങളെ കാക്കുവാൻ, ഞങ്ങളുടെ കൂട്ടായ്മകളെ, സമൂഹങ്ങളെ കാക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? കർത്താവെ, കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം, നിങ്ങൾ വിശുദ്ധിയും വേർപാടും സൂക്ഷിക്കണം, നിങ്ങൾ സഭയെ, സമൂഹത്തെ ആഴത്തിൽ സ്നേഹിക്കണം, നിങ്ങൾ ജാഗ്രതയുള്ളവരാകണം, ശ്രദ്ധയുള്ളവരാകണം, കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരാകണം. കർത്താവെ, കൃപ തരണമേ, കൃപ തരണമേ യാചിച്ചുകൊണ്ട് കരമുയർത്തി വിളിക്കുന്നു ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ വിളിക്കുന്നു ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം, 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 അഭിഷേകം നിറയട്ടെ ഈശോ. ഈശോ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ദിവ്യകാരുണ്യ സന്നിധിയിലെ സാധിക്കുന്ന എല്ലാവരും ഇരു കാര്യങ്ങൾ യാചനാപൂർവം തുറന്നു പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കർത്താവിൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടി, കർത്താവിൻ്റെ സമർപ്പിത സമൂഹങ്ങൾക്ക് വേണ്ടി, കർത്താവിൻ്റെ വന്യവൈദികർക്ക് വേണ്ടി, നമ്മുടെ കൂട്ടായ്മകൾക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ അജഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കളിൽ നിന്ന് കർത്താവിൻ്റെ സഭ സംരക്ഷിക്കപ്പെടുവാൻ, കർത്താവിൻ്റെ സഭ സൂക്ഷിക്കപ്പെടുവാൻ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, നമ്മുടെ യുവജനങ്ങൾ വിശ്വാസത്തിൻ്റെ തീപന്തങ്ങളാകണം, നമ്മുടെ കുടുംബങ്ങൾ വചനത്തിൻ്റെ കുടുംബങ്ങളാകണം, നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ ദൈവ സാന്നിധ്യത്തിൻ്റെ, ദൈവകൃപയുടെ സമൂഹങ്ങളായി മാറണം. നമ്മുടെ കൂട്ടായ്മകളിലെല്ലാം ദൈവശക്തിയുടെ പ്രദർശനങ്ങൾ ഉണ്ടാകണം, ദൈവശക്തിയുടെ വെളിപ്പെടൽ ഉണ്ടാകണം. നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ അജഗണത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കളിൽ നിന്ന് ഞങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ, തൊഴുത്തിൻ മുറ്റത്ത് ഉറങ്ങാതെ നിൽക്കുന്ന കാവൽക്കാരനായി കർത്താവേ വരണമേ, കർത്താവേ വരണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ, കർത്താവേ, ഞങ്ങളുടെ യുവജനങ്ങളെ സംരക്ഷിക്കണമേ, കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ, കർത്താവേ, ഞങ്ങളുടെ സമർപ്പിത സമൂഹങ്ങളെ സംരക്ഷിക്കണമേ, ചെന്നായ്ക്കളിൽ നിന്ന്, തിന്മയുടെ ശക്തികളിൽ നിന്ന്, വ്യാജ സഹോദരങ്ങളിൽ നിന്ന്, വ്യാജ സഹോദരങ്ങളിൽ നിന്ന് കർത്താവേ, അങ്ങയുടെ അജഗണത്തെ സംരക്ഷിക്കണമേ. കരമുയർത്തി ഒരു മനസ്സോടെ വിളിക്കുന്നു ഈശോയെ. ഈശോ, 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 ഈശോ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സഭ ശക്തിപ്പെടട്ടെ, സഭ ശക്തിപ്പെടട്ടെ, സഭ ശക്തിപ്പെടട്ടെ, സമൂഹം ശക്തിപ്പെടട്ടെ, വിശ്വാസം ശക്തിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. കാര്യങ്ങൾ യാചനാപുരം നീട്ടിപ്പിടിച്ച് കൃപ വേണമപ്പ. ആ വരികൾ ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ ഒരു മനസ്സോടെ പാടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ കൃപ തരണം, കർത്താവേ കൃപ തരണം, കർത്താവേ കൃപ തരണം.
തരണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. നമ്മൾ ഒരുമിച്ച് പാടുകയാണ്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. കൃപ വേണം എല്ലാവരും കൃപ വേണമപ്പ ഈശോ കൃപ വേണമപ്പ മക്കൾക്ക്. ഒരുമിച്ച് കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾ. എല്ലാവരും ഒരുമിച്ച് പാടുകേ. കൃപ വേണമപ്പ ഈശോ, കൃപ ഈശോ, വേണമപ്പ ഈശോ, ഈശോ. കൃപ വേണമപ്പ ഈ മക്കൾക്ക്. തിന്മയുടെ ശക്തികള്, അന്ധകാര ശക്തികള്, പൈശാചിക ശക്തികള്, വ്യാജ ശക്തികള് കർത്താവിന്റെ സഭയെ, കർത്താവിന്റെ കുടുംബങ്ങളെ, കർത്താവിന്റെ യുവജനങ്ങളെ, കർത്താവിന്റെ സമൂഹങ്ങളെ ആക്രമിക്കുവാൻ, നശിപ്പിക്കുവാൻ, തകർക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും, പൈശാചിക ശക്തികള്, വ്യാജ ശക്തികള് കർത്താവിന്റെ സാന്നിധ്യ ശക്തിയാൽ നിർവീര്യമാകുവാൻ ഒരു 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയെ, ഈശോ, 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 ഈശോ. കർത്താവേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. ഈ സമയം നമ്മള് ഒരു നിമിഷം കർത്താവിന്റെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മൾ സ്ലീപ്പിംഗ് സോൾജിയേഴ്സായി, സ്ലീപ്പിംഗ് ബിലീവേഴ്സായിട്ട് മാറരുത്. കെയർലെസ് ബിലീവേഴ്സായിട്ട് മാറരുത്. ശ്രദ്ധയില്ലാത്ത ഉറങ്ങുന്നവരായി, ഉറക്കം തൂങ്ങികളായി വിശ്വാസികളാകരുത്. പ്രിയപ്പെട്ടവരെ, ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശ്വാസം ക്ഷയിപ്പിക്കുവാൻ, വിശ്വാസം തകർക്കുവാൻ കടന്നു വരുന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരാകണം. നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ, ദുഷിപ്പിക്കുവാൻ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് നമ്മൾ അറിവുള്ളവരാകണം. നമുക്ക് അതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. കർത്താവേ, ജ്ഞാനം തരണം, കർത്താവേ, ജ്ഞാനം തരണം. ഞങ്ങൾ അശ്രദ്ധയുള്ളവരല്ല, ജാഗ്രതയുള്ളവരാകാൻ, ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജാഗ്രതയുള്ളവരാകുവാൻ, കർത്താവിൻ്റെ അജഗണത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവരാകാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നല്ല ശ്രദ്ധയുള്ളവരാകാൻ, ഞങ്ങളുടെ യുവജനങ്ങളെക്കുറിച്ച്, അവരുടെ വിശ്വാസത്തെ കാര്യങ്ങളെക്കുറിച്ച് നല്ല ശ്രദ്ധയുള്ളവരാകാൻ, കർത്താവെ, ഞങ്ങളെ സമർപ്പിത സമൂഹങ്ങളെക്കുറിച്ച് ജാഗ്രതയുള്ളവരാകാൻ, ഞങ്ങളെ വന്യ വൈദികരെക്കുറിച്ച് ജാഗ്രതയുള്ളവരാകാൻ, ഞങ്ങളുടെ സമുദായത്തെക്കുറിച്ച്, ഞങ്ങളുടെ സഭയെക്കുറിച്ച് നല്ല സൂക്ഷ്മതയുള്ളവരാകാൻ കർത്താവെ ജ്ഞാനം തരണമേ. കർത്താവെ വിവേകം തരണമേ. കർത്താവെ അറിവ് തരണമേ. അഭിഷേകം തരണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടെ ദൈവിക ജ്ഞാനത്തിന് വേണ്ടി, നല്ല സൂക്ഷ്മതയുടെ അഭിഷേകത്തിന് വേണ്ടി, ജാഗ്രതയുടെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഒരിക്കൽ കൂടെ ഈശോ നാമം വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു. ജ്ഞാനം തരണമേ, ജ്ഞാനം തരണമേ, ജ്ഞാനം തരണമേ. അണ്ടർ കവർ ഏജൻസിനെ തിരിച്ചറിയാൻ, അണ്ടർ കവർ ഏജൻസിനെ തിരിച്ചറിയാൻ കർത്താവേ, ജ്ഞാനം തരണമേ. ഈശോ, 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 ഈശോ. സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. അണ്ടർ കവർ ഏജൻസിനെ തിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവമക്കളെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഈശോയെ നന്ദി പറയുന്നു. സഭയെ, സമൂഹത്തെ, സമുദായത്തെ ആഴത്തിൽ സ്നേഹിക്കാൻ കൃപ തരണമേ. നന്ദി കർത്താവേ. ഒരു നിമിഷം വലതുകരം ഉയർത്തി എല്ലാ കോവിഡ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിവേഗം വ്യാപിക്കുന്ന കോവിഡ് കർത്താവിൻ്റെ മഹാകരുണ ഒഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കരുണയ്ക്ക് ഏത് പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ പറ്റും ദൈവമക്കളെ? നമ്മൾ അനുതാപ ഹൃദയത്തോടെ ദൈവകരുണ പെയ്തിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ലോകം മുഴുവനിലേക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതൃരാജ്യമായി ഭാരതത്തിലേക്ക്, കേരളത്തിലേക്ക് അനേകം കോവിഡ് മൂലം കഷ്ടപ്പെടുന്ന അനേകം മക്കൾ, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രത്യേക റോയച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. വിടുതൽ, അനാവശ്യമായ ഭയങ്ങൾ, ആശങ്കകൾ, അതുപോലെ പല വിധത്തിലുള്ള ആകുലതകൾ, ഞാൻ മരിക്കുമോ,
എൻ്റെ കുടുംബം ഇല്ലാതാകുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾ അനേകരുടെ ഉള്ളിലുണ്ട്. ഈ ആശങ്കകളും ഭയപ്പാടുകളൊക്കെ മാറി പ്രത്യാശ കൊണ്ട് നിറയാൻ, ആനന്ദം കൊണ്ട് നിറയാൻ എല്ലാവരും വലതുകരം ഉയർത്തി ഈ ഒരു നിയോഗത്തിന് വേണ്ടി ചങ്ക് പൊട്ടി ഒരു നിമിഷം ഒരിക്കൽ കൂടെ ഈശോനാമം വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ പ്രവർത്തിക്കണമേ, കർത്താവേ കരം നീട്ടണമേ, കർത്താവേ കൃപ ചൊരിയണമേ, അഭിഷേകം പകരണമേ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സൗഖ്യമാക്കണമേ കർത്താവേ, കോവിഡ് നിയന്ത്രിക്കണമേ കർത്താവേ, പ്രത്യാശ കൊടുക്കണമേ. ഭയപ്പാടുകളിൽ നിന്ന്, ആശങ്കകളിൽ നിന്ന്, ആകുലതകളിൽ നിന്ന് കർത്താവേ അങ്ങനെ ജനത്തെ വിമോചിപ്പിക്കണമേ. പ്രത്യാശയും സൗഖ്യവും വിടുതലും ആനന്ദവും പതിനായിരങ്ങളിലേക്ക്, ജനലക്ഷങ്ങളിലേക്ക് കർത്താവേ പകർന്നു കൊടുക്കണമേ. ഈശോ, 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 ഈശോ. നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോ നൽകുന്ന ആശീർവാദം സ്വീകരിക്കാം. നാളത്തെ മിസ്പാത്രി ഈ കൺവെൻഷന്റെ സമാപന ദിന ശുശ്രൂഷയെ നമുക്ക് സമർപ്പിക്കാം. കഴിഞ്ഞ 7 ദിനങ്ങളിൽ ശുശ്രൂഷകളോർത്ത് നന്ദി പറയാം. കർത്താവിന് നൽകിയ ബോധ്യങ്ങളെ ഓർത്ത്, കർത്താവിൻ്റെ അജഗണത്തെ തകർക്കുവാൻ പരിശ്രമിക്കുന്ന ചെന്നായ്ക്കള്, അണ്ടർ കവർ ഏജൻസിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധയുള്ളവരാകാൻ ഈശോ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈശോ നൽകിയ എല്ലാ ബോധ്യങ്ങൾക്കും, ഈശോ നൽകിയ എല്ലാ ആലോചനകൾക്കും നന്ദി പറഞ്ഞ് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരേ. ഈശോയെ, ഈശോയെ, ഈശോയെ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോ നൽകുന്ന ആശീർവാദം സ്വീകരിക്കാൻ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, സഭ മുഴുവനിലേക്കുമായി ഈശോ നൽകുന്ന ആശീർവാദം സ്വീകരിക്കാം. ഈശോയെ, 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 കനൽ വഴിയിൽ ഈശോയെ, ഈശോയെ, ഈശോയെ. അവഹേളനമേൽക്കുമ്പോൾ നന്ദി, നന്ദി, നന്ദി കർത്താവേ, 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 നന്ദി കർത്താവേ. നിർത്തണമേ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.